ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇത് ഒരു മലയാളം ഇടപാട് വിശകലനം എന്നുള്ളതാണ്. അതൊരു മനഃശാസ്ത്ര സിദ്ധാന്തവും ചികിത്സാ രീതിയുമാണ്. അതിൽ പെരുമാറ്റം മനസ്സിലാക്കുന്നതിനുള്ള അടിസ്ഥാനമായി ആശയവിനിമയം നടത്തുന്ന ആളുകളുടെ അഹം അവസ്ഥ അല്ലെങ്കിൽ ഈഗോ സ്റ്റേറ്റ് എങ്ങനെയാണെന്ന് വിശകലനം ചെയ്യും. അതാണ് ചെയ്യുന്നത്. നമ്മൾ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ അവരുടെ ഈഗോ സ്റ്റേറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും വിശകലനം ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് എന്താണ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. രണ്ട് പേർ പരസ്പരം കാണുമ്പോൾ ഒരാൾ സംസാരിച്ചു തുടങ്ങും. അതാണ് ട്രാൻസാക്ഷൻ സ്റ്റിമുലസ്. രണ്ടുപേര് പരസ്പരം കണ്ടു, ഒരാളൊരു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. അതാണ് ട്രാൻസാക്ഷൻ സ്റ്റിമുലസ്. മറ്റേയാൾ അതിന് മറുപടി പറയുന്നു. ആളും പറഞ്ഞ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. അതിനെ ട്രാൻസാക്ഷൻ റെസ്പോൺസ് എന്ന് പറയും, ഒറ്റ വാക്കിൽ പറയും. അപ്പോൾ ഞാൻ ഒരാളെ നോക്കി പുഞ്ചിരിച്ചു, അയാൾ ഇങ്ങോട്ടും, അത് ട്രാൻസാക്ഷനാണ്. അപ്പോൾ നമുക്ക് എന്താണ് ട്രാൻസാക്ഷൻ എന്ന് ചോദിച്ചാൽ അത്രയേ ഉള്ളൂ. ഞാൻ ഒരാളെ നോക്കി പതുക്കെ ചിരിച്ചു, ആ ആൾ ഇങ്ങോട്ടും ചിരിച്ചു. അത് ഫുൾ ട്രാൻസാക്ഷൻ ആകണമെങ്കിൽ അതിൻ്റെ ഫുൾ മീനിങ് ഇങ്ങടെ ഗ്രഹിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ക്ലാസ്സിലിരിക്കുവാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ജോൺ സാറ് ഒരാളുടെ നേരെ ഇങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ക്ലാസ് കഴിയുമ്പോൾ നമുക്കൊരു സിനിമയ്ക്ക് പോകണമെന്നാണെന്ന് വിചാരിക്കുക. ജോൺ സാർ അത് ഉദ്ദേശിക്കുകയും തല കുലുക്കിയാളത് ഗ്രഹിക്കുകയും കൂടെ ചെയ്യണം. അപ്പോഴാണ് ഫുൾ ട്രാൻസാക്ഷൻ ആകുക. പക്ഷേ എങ്കിലും ഞാൻ ഒരാളെ നോക്കി പുഞ്ചിരിച്ചു, അയാൾ ഇങ്ങോട്ടും പുഞ്ചിരിച്ചു. ദിസ് ഈസ് ട്രാൻസാക്ഷൻ. ഇറ്റ് ഈസ് ആൻ അൺസ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ റൺസ് പാരലൽ ടു സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയും. അൺസ്പോക്കൺ കമ്മ്യൂണിക്കേഷനാണ് ഈ നടത്തുന്നത്. ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസാക്ഷനെ നാം തന്നെ അപഗ്രഥിച്ച് മനസ്സിലാക്കുന്ന രീതിക്കാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷനെ നമ്മൾ തന്നെ അപഗ്രഥിച്ച് മനസ്സിലാക്കുന്നു. അതായത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു, നിങ്ങൾ ഇങ്ങോട്ടും ചെയ്യണം, ഇതാണിത് പറയുക. ഈ എക്കണോമിക്സിൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനിമയം എന്നാണ് അർത്ഥം. നമുക്കറിയാമല്ലോ, എല്ലാവരും വസ്തുക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യുന്നു. ഇവിടെയും അത് തന്നെയാണ്. പക്ഷേ ഇവിടെ ചില സന്ദേശങ്ങളാണ് വിനിമയം ചെയ്യുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇവിടെയും വിനിമയമാണ് നടക്കുന്നത്, പക്ഷേ ചില സന്ദേശങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യുന്നത്. അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു, നിങ്ങൾ ഇങ്ങോട്ടും ചെയ്യണം. അതാണ് ട്രാൻസാക്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. 1950കളിൽ എറിക് ബേൺ ആണ് ഇതാദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ തിയറി അവതരിപ്പിച്ചത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗെയിംസ് പീപ്പിൾ പ്ലേ എന്ന ഗ്രന്ഥത്തിലൂടെയാണ് ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഗെയിംസ് പീപ്പിൾ പ്ലേ നമ്മുടെ എല്ലാ ബുക്ക് സ്റ്റോറിലും എപ്പോഴും മേടിക്കാൻ കിട്ടും. ഇത് സോഷ്യൽ സൈക്കോളജിയുടെ ഭാഗമാണെന്ന് പറയാം. നാം മറ്റുള്ളവരുമായി നടത്തുന്ന ആശയവിനിമയത്തെ മനസ്സിലാക്കുവാൻ, അനലൈസ് ചെയ്ത് അപഗ്രഥിക്കാൻ നമുക്ക് ഇതുകൊണ്ട് സാധിക്കുന്നു. അതാണ് ഗെയിംസ് പീപ്പിൾ പ്ലേ. ഞാനതിൻ്റെ എക്സാമ്പിൾ പിന്നീട് പറഞ്ഞോളാം. രണ്ട് കാര്യങ്ങൾക്ക് ഈ TA ട്രാൻസാക്ഷൻ അനാലിസിസ് ഊന്നൽ നൽകുന്നു. ഒന്നാമത്തത് എങ്ങനെ നാം നമ്മെ തന്നെ വീക്ഷിക്കുകയും നമ്മോട് ഇടപഴകുകയും ചെയ്യും. ഞാൻ എന്നെ എങ്ങനെ വീക്ഷിക്കുന്നു, ഞാൻ എന്നെ എങ്ങനെ കാണുന്നു, ഞാനൊരു കഴിവുള്ള വ്യക്തിയായിട്ടാണോ കാണുന്നത്, അതോ ഞാൻ കഴിവില്ലാത്ത വ്യക്തിയായിട്ടാണോ കാണുന്നത്. അതുപോലെ എങ്ങനെ നാം മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു. അതായത് ഹൗ വി ട്രീറ്റ് അവേഴ്സെൽസ് ആൻഡ് ഹൗ വി റിലേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്. ഈ രണ്ട് കാര്യങ്ങളാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് ഊന്നൽ നൽകുന്നത്. നാം എങ്ങനെ നമ്മോട് തന്നെ ഡീൽ ചെയ്യുന്നു, നാം എങ്ങനെ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടും, രണ്ട് കാര്യങ്ങളാണ്. ആദ്യം ഗെയിംസ് പീപ്പിൾ പ്ലേ എന്നുള്ള ഗ്രന്ഥത്തിലൂടെ എറിക് ബേണാണ് ഇത് അവതരിപ്പിച്ചത്. പിന്നീട് ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തത് തോമസ് ഹാരിസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്ക് ഐ ആം ഓക്കെ യു ആർ ഓക്കെ എന്ന പുസ്തകം. തോമസ് ഹാരിസിൻ്റെ വലിയ ബുക്ക് അതാണിപ്പോൾ ട്രാൻസാക്ഷൻ അനാലിസിസിൻ്റെ ഏറ്റവും വലിയ ബുക്ക് അതാണ്. അതായത് ഐ ആം ഓക്കെ യു ആർ ഓക്കെ. അത് ഈ ലൈബ്രറിയിലുണ്ടെന്നിരിക്കും, ഇവിടുത്തെ ലൈബ്രറിയിലുണ്ട്. ഇതിന് 5 ഘടകങ്ങളാണുള്ളത് ട്രാൻസാക്ഷൻ അനാലിസിസിന്. 1 വ്യക്തിത്വ ഘടന എന്ന് പറയും. 2 പരസ്പര സംവേദനം, ആശയ സംവേദനം ട്രാൻസാക്ഷൻ. 3 കളികൾ എന്ന് പറയും, ഗെയിംസ്. 4 സ്ക്രിപ്റ്റ്, രൂപരേഖ എന്ന് പറയും. 5 ഓക്കെ മോഡൽ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ എല്ലാ സൈക്കോളജിക്കൽ തിയറീസിനും വ്യക്തിത്വ ഘടനയുണ്ട്. ഇപ്പോൾ നമ്മൾ വലിയൊരു സൈക്കോളജിസ്റ്റാണ് കാൾ യൂങ് എങ്ങനെയാണ് വ്യക്തിത്വത്തെ തിരിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഇൻട്രോവർട്ട് ആൻഡ് എക്സ്ട്രോവർട്ട്, അങ്ങനെയാണ് വ്യക്തിത്വ ഘടന കാൾ യൂങ്ങിൻ്റെ.
ചിലർ ഇൻട്രോവർട്ടാണ്, ചിലർ എക്സ്ട്രോവർട്ടാണ്. എക്സ്ട്രോവർട്ട് എല്ലാവരും കയറി വർത്താനം പറയും, ഇൻട്രോവർട്ട് ധ്യാനാത്മകതയിലൊക്കെ നടക്കുള്ളൂ. നമുക്ക് തന്നെ വീട്ടിൽ ആലോചിച്ചാൽ അറിയാം, നമ്മുടെ ചില പിള്ളേരൊക്കെ വീട്ടിൽ ഗസ്റ്റ് വന്നാലും അവരൊന്നും ഇറങ്ങി വരില്ല, ചിലപ്പോൾ അവരൊക്കെ മൊബൈലിരിക്കുള്ളൂ. അതൊക്കെ ഇൻട്രോവർട്ട് നേച്ചറാണെന്ന് പറയാം. ചിലർ കയറി ഹെഡ് ചെയ്ത് സംസാരിക്കും. അപ്പം ഇനി വീട്ടുകാർ വിളിച്ചു വരുത്തിയെന്ന് വിചാരിക്കുക, ഗസ്റ്റ് വന്നപ്പോൾ ദേ വന്നേക്കൂടെ അമ്മ വീട്ടിൽ നിന്ന് ആൾക്കാർ, അപ്പോൾ ഉടനെ ഇറങ്ങി വന്നിട്ട് ഹലോ സുഖമൊക്കെ ആണെന്നോ, യാത്ര സുഖമാണെന്ന് ചോദിച്ചിട്ട് അവരങ്ങ് കയറി പോകും. അത് ഇൻട്രോവർട്ട് പേഴ്സണാലിറ്റിയാണ്. അത് കാൾ യുങ്ങിൻ്റെ ക്ലാസിഫിക്കേഷനാണ്, വ്യക്തിത്വ ഘടന. അതുപോലെ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വ ഘടന എന്ന് പറഞ്ഞേക്കുന്നത് ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്നുള്ളതാണ്. ഇത് ഈഗോ സൂപ്പർ ഈഗോ അതാണ്. അതുപോലെ ഇതിൻ്റെ വ്യക്തിത്വ ഘടന എന്ന് പറയുന്നത് ഇത് ഭാവങ്ങളാണ്. പിതൃഭാവം, പക്വഭാവം, ശിശുഭാവം, പേരൻ്റ് ഈഗോ സ്റ്റേറ്റ്, അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്, ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. ഇത് ഞാൻ ഉദാഹരണം പറയാം. ഇത് ഭാവമാണ്. എത്ര പ്രായമായ ആളാണെങ്കിലും ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ഉണ്ട് അയാൾക്ക്, അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് ഉണ്ട്. എത്ര ചെറിയ കുട്ടിയാണെങ്കിലും ആ കുട്ടിക്കുമുണ്ട് പേരൻ്റ് ഈഗോ സ്റ്റേറ്റ്. അത് ഞാൻ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഒരു വ്യക്തി അറിയാതെ തന്നെ ഒരു ഭാവത്തിൽ നിന്ന് മറ്റൊരു ഭാവത്തിലേക്ക് മാറും എപ്പോഴും. ഞാനൊരു ഉദാഹരണം പറയാം, ഞാൻ എപ്പോഴും ഉദാഹരണമാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു ചായക്കട, രാവിലെ ആൾക്കാർ പത്രം വായിക്കാൻ വന്നിരിക്കുന്നു, ചായ കുടിക്കാൻ വന്നിരിക്കുന്നു, നമ്മുടെ പക്കാ വില്ലേജിലൊക്കെ ഉള്ളത്. അപ്പോൾ രാവിലെ പത്രം വായിച്ചപ്പോൾ ചില രാഷ്ട്രീയ ആശയങ്ങൾ അവരുടെ സംഭാഷണത്തിൽ കടന്നു വന്നു. അതോടുകൂടി ആ രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ LDF UDF എന്ന് വിചാരിക്കുക, അവരതോടുകൂടി വലിയൊരു വഴക്കിലേക്കും ഒരു അടിയുടെ പക്കത്തേക്കും എത്തിച്ചേർന്നു അവിടെ. അപ്പോൾ വലിയൊരു ചുമ്മാ രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞ് ചായ കുടിക്കാൻ വന്ന ആൾക്കാർ ആ ചായക്കടയിൽ ഇട്ടിരുന്ന പത്രം വായിച്ചതാണ്. ആ സമയം റോഡിൽ കൂടി പോയിരുന്ന ഒരു കുട്ടിയുടെ ദേഹത്ത് കാർ മുട്ടി. ഉടനെ അവർ വഴക്ക് നിർത്തി. ഒരാൾ സംഭവ സ്ഥലത്തേക്ക് കുതിച്ചു, കുട്ടിയെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. മറ്റേയാൾ പോയി ആംബുലൻസിന് ഫോൺ ചെയ്തു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ വഴക്ക് കൂടിയിരുന്ന സമയത്ത് അവർ എന്ത് ഭാവമായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരും. വഴക്ക് കൂടുന്നത് എപ്പോഴും ശിശുക്കളാണെന്നാണ് പറയുന്നത്. ശിശുക്കളാണ് വഴക്ക് കൂടുന്നവർ. പേരൻറ്റോ വഴക്ക് കൂടാറില്ല. ആ വഴക്ക് കൂടിയിരുന്ന സമയത്ത് ശിശുഭാവത്തിലായിരുന്നു അവർ ഈ ചായക്കടയിലിരുന്നു. അപ്പോൾ കാറ് വന്ന് കുട്ടിയുടെ ദേഹത്ത് മുട്ടി, വഴക്ക് നിർത്തി. ഒരാൾ ഉടനെ സംഭവ സ്ഥലത്തേക്ക് പോയി കുട്ടിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. മറ്റേയാൾ ആംബുലൻസ് വിളിക്കാൻ പോയി. പിന്നീട് പെരുമാറിയത് പക്വഭാവം. പെട്ടെന്ന് അത് പക്വഭാവത്തിലേക്ക് വന്നു. അതാണ് പക്വത. അങ്ങനെ ഭാവങ്ങൾ മാറി 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 വരും. മറ്റൊരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഒരു കുട്ടി വളരെ പഠിക്കുന്ന ആളായിരുന്നു, വീട്ടിൽ വളരെ വേണ്ടപ്പെട്ട ആളാണ്, സ്വഭാവമൊക്കെ നല്ലതാണ്. പക്ഷേ ഒരു കുഴപ്പം മാത്രം, ഇടയ്ക്കിടയ്ക്ക് കട്ട് തിന്നുന്നു കുട്ടി വീട്ടിൽ നിന്ന്. അപ്പോൾ അമ്മ ഒരിക്കൽ അമ്മയുടെ വീട്ടിൽ നിന്ന് കുറേ ആൾക്കാർ വരുമെന്ന് പറഞ്ഞു. അമ്മ കുറേ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഉറിയിൽ, അന്നത്തെ കാലത്ത് ഉറി എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് ഉറുമ്പൊന്നും കയറാണ്ട് മൂടി വെച്ചു. അപ്പോൾ അമ്മയുടെ വീട്ടുകാർ വന്നപ്പോൾ അമ്മ പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു നെയ്യപ്പമാണെന്ന് പറഞ്ഞ് അമ്മ എടുക്കാൻ ചെന്നപ്പോൾ ഒറ്റ നെയ്യപ്പം ഇതിനകത്തില്ല. ആ കുട്ടി മുഴുവൻ കട്ട് തിന്നു. അപ്പോൾ എല്ലാ ദിവസവും അമ്മ പറയുന്നുണ്ട് കട്ട് തിന്നരുത് എന്ന് പറയുന്നുണ്ട്. ഒരു ദിവസം അമ്മ കട്ട് തിന്നപ്പോൾ അവനെ പിടിക്കാനായിട്ട് വടി കൊണ്ട് പുറകെ ഓടി. കുട്ടി വീടിന് ചുറ്റും ഓടി. അമ്മയെ നിന്നെ വിടില്ലടാന്ന് പറഞ്ഞ് അലറിക്കൊണ്ട് വടി കൊണ്ട് ഓടി. ഒരു റൗണ്ട് ഓടി, രണ്ടാം റൗണ്ട് ഓടി, മൂന്നാം റൗണ്ട് ഓടി വന്നപ്പോഴത്തേക്കും അമ്മയുടെ ആങ്ങള സ്റ്റെപ്പ് കയറി വരികയാണ്. എടാ നിന്നെയൊന്നും തള്ളിയിട്ടുള്ളൂ, അലറിക്കൊണ്ട് അമ്മ ഉടനെ അമ്മയുടെ ഭാവം മാറി. ഉടനെ പെരുമാറ്റത്തിൽ മാറ്റം. അയ്യോ ആങ്ങളെ എപ്പോൾ വന്നു, ഏത് സമയത്താണ് വന്നത്, എപ്പോൾ അവിടെ നിന്ന് പോകുന്നു, അവിടെ എന്നാണ്ട് വിശേഷം, കയറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം കുട്ടിയെ ശിക്ഷിക്കാനായിട്ട് പോയപ്പോൾ അമ്മ പിതൃഭാവത്തിലായിരുന്നു. ശിക്ഷിക്കുന്നത് പിതൃഭാവമാണ്, ശിക്ഷ കൊടുക്കുന്നത്. അതിനുശേഷം ഈ ആങ്ങളെ കണ്ടപ്പോൾ ഉടനെ തന്നെ അത് പക്വഭാവത്തിലേക്ക് പോകും. പക്വഭാവം എന്ന് പറഞ്ഞാൽ എപ്പോൾ വന്നാ ഞങ്ങളെ സുഖമാണോ, കയറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അത്രയും നേരവും പിതൃഭാവത്തിൽ നിന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഭാവങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. എല്ലാ വ്യക്തിയിലും എല്ലാ ഭാവങ്ങളുമുണ്ട്. ഇപ്പം ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. ഒരു ഉദാഹരണം കൂടെ എൻ്റെ മനസ്സിലുണ്ട്. ആദ്യത്തേത് ഇനി എന്താണെന്ന് പറയാൻ പോവുകയാണ്. പിതൃഭാവം എന്താണ്? പേരൻ്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാവമാണെന്ന് ഞാൻ പറഞ്ഞു. ഒരാൾ നിത്യമായിട്ട് പേരൻ്റ് എന്ന് പറയാൻ പറ്റില്ല. ആൾ അഡൽട്ടും ആവും, ശിശുവാകും സാഹചര്യത്തിനനുസരിച്ച്. മാതാപിതാക്കൾ, അധ്യാപകർ, വൈദികർ, നേതാക്കന്മാർ എന്നിവരിൽ നിന്നാണ് ഈ ഭാവം കിട്ടുന്നത്. എല്ലാവർക്കും ഈ പിതൃഭാവം എന്നുള്ളത് കിട്ടുന്നത്. ചെറുപ്പത്തിൽ മാതാപിതാക്കൾ തന്നോട് ചെയ്തതുപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു. അതാണ് പിതൃഭാവം. ചെറുപ്പത്തിൽ മാതാപിതാക്കൾ ഈ ആളോട് എന്ത് ചെയ്തോ
അത് മനസ്സിൽ കിടക്കും. അതുപോലെ പ്രതികരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതായത് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു. ഉദാഹരണം, പഠിക്കാത്തതിന് മാതാപിതാക്കന്മാർ അടിച്ചിരിക്കാം, അധ്യാപകർ അടിച്ചിരിക്കാം. കുട്ടി വീട്ടിൽ വന്നിട്ട് നീ പഠിക്കുകയില്ല അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തൂണിനിട്ടടിക്കുന്നു. കാരണം മാതാപിതാക്കൾക്ക് തിരിച്ചടിക്കാൻ പറ്റില്ല, അധ്യാപകർക്ക് തിരിച്ചടിക്കാൻ പറ്റില്ല. പക്ഷേ അടി കിട്ടിയ കുട്ടിയാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എന്തു ചെയ്യും? നീ പഠിക്കില്ല അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തൂണിനിട്ടൊക്കെ അടിക്കുന്നു. നമ്മുടെ മനസ്സിൽ പതിയുന്നവ ഈ ഭാവത്തിലൂടെ പുറത്തു വരും. ഇതാണ് പിതൃഭാവം. ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ പിതൃഭാവം എന്താണെന്ന്. പിതൃഭാവം എന്ന് പറയുന്നത് മാതാപിതാക്കൾ, അധ്യാപകർ, വൈദികർ, രാഷ്ട്രീയ നേതാക്കന്മാർ തുടങ്ങിയവയിൽ നിന്ന് കിട്ടുന്നു. പിതൃഭാവം എന്ന് പറയുന്നത് ഓർഡർ കൊടുക്കുന്നു. ഓർഡർ കൊടുക്കുക മാത്രമല്ല, ഞാനത് ഇച്ചിരി വിശദീകരിക്കാം. പിതൃഭാവം 2 വിധത്തിലുണ്ട്. അതിലൊന്ന് കാർക്കശ്യ സ്വഭാവക്കാരൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പേരൻ്റ് എന്ന് പറയും. കാർക്കശ്യ സ്വഭാവക്കാരൻ അതായത് കഠിനമായ ശിക്ഷണത്തിൽ വളരുന്ന കുട്ടി പ്രസ്തുത ശിക്ഷണം മറ്റുള്ളവരിലേക്കും അടിച്ചേൽപ്പിക്കും. സ്ട്രിക്റ്റ് ഡിസിപ്ലിനിലാണ് വീട്ടിൽ വളരുന്നത് എന്ന് വിചാരിക്കുക, അത് മറ്റുള്ളവരിലേക്കും ഇമ്പോസ് ചെയ്യും. ആ സമയം തൂണിനിട്ടാകും അടിക്കുക. പ്രായമാകുമ്പോൾ മറ്റുള്ളവരിലേക്കും ഈ ശിക്ഷണം ഈ കുട്ടി കൊണ്ടുവരും. കാരണം ചെറുപ്പത്തിൽ അതാണ് കിട്ടിയിട്ടുള്ളത്. അതാണ് ക്രിട്ടിക്കൽ പേരൻറ്റ് അല്ലെങ്കിൽ കാർക്കശ്യ സ്വഭാവക്കാരൻ. അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? ക്രിട്ടിക്കൽ പേരൻറ്റിൻ്റെ എപ്പോഴും അവർ മറ്റുള്ളവരുടെ കുറ്റങ്ങളായിരിക്കും കാണുന്നത്. ഫാൾട്ട് ഫൈൻഡിങ് നേച്ചറാണ് അവർക്ക്. ഇപ്പോൾ നമ്മൾ തന്നെ ആൾക്കാർ എപ്പോഴും ആളുകളുടെ നല്ല കാര്യങ്ങൾ കാണാതെ അവരുടെ നെഗറ്റീവ് പോയിൻറ്റ്സ് മാത്രം കാണുന്നു എന്ന് വിചാരിക്കുക. അത് ക്രിട്ടിക്കൽ പേരൻ്റാണ് നമ്മിലുള്ള ക്രിട്ടിക്കൽ പേരൻ്റാണ്. പിന്നെ വളരെ സ്ട്രിക്റ്റാണ്. ഞാനൊരു ഉദാഹരണം പറയുന്നു. ക്ലാസ്സിൽ താമസിച്ച് വന്ന കുട്ടി, ഉടനെ അധ്യാപകൻ ഗെറ്റ് ഔട്ട് പറയുന്നു. എന്താണ് താമസിച്ചത്? അതിൻ്റെ കാരണമൊന്നും അന്വേഷിക്കുന്നില്ല. ഇവിടെ ക്ലാസ്സിൽ താമസിച്ച് വരുന്നത് എനിക്കിഷ്ടമല്ല, യു പ്ലീസ് ഗെറ്റ് ഔട്ട്. അത് ക്രിട്ടിക്കൽ പേരൻ്റാണ്. അതുപോലെ പരീക്ഷയ്ക്ക് കുറഞ്ഞ മാർക്ക് കിട്ടി. കുറഞ്ഞ മാർക്ക് കിട്ടുമ്പോൾ പറയുന്നു, നിനക്കൊന്നും പഠിക്കാൻ താല്പര്യമില്ലാന്ന് എനിക്കറിയാം, നീ വല്ല സ്കോളർഷിപ്പൊക്കെ മേടിക്കാൻ വേണ്ടിയല്ലേ ഇവിടെ വരുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. നീ സ്കൂളിലോ കോളേജിലോ വരുന്നതിൻ്റെ ഉദ്ദേശം എനിക്കറിയാം, പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ക്രിട്ടിക്കൽ പേരൻ്റാണ്. അതാണ് ആദ്യത്തെ പിതൃ സ്വഭാവം, കാർക്കശ്യ സ്വഭാവക്കാരൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പേരൻറ്റ്. രണ്ടാമത്തത് പരിപോഷകൻ അല്ലെങ്കിൽ നർച്ചറിങ് പേരൻറ്റ്. അതാണ് 2 പേരൻറ്റ് 2 വിധത്തിലുണ്ട്. പരിപോഷകൻ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹം ഒരു ഡോളിനോട് കാണിക്കുമ്പോൾ നർച്ചറിങ് പേരൻറ്റിനെ അനുകരിക്കുന്നു. അതായത് ചിലർ പാവയൊക്കെ എടുത്ത് അത് ഡോളിനൊക്കെ എടുത്ത് ഉൾപ്പിടിക്കുന്നു, അതിന് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, അതിനെ താലോലിച്ച് ഉറക്കുന്നു, പാട്ട് പാടുകയൊക്കെ ചെയ്യും ചെറിയ കുട്ടി. അത് നർച്ചറിങ് പേരൻ്റാണ്. അമ്മയിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹം ഒരു പാവയോട് കാണിക്കുന്നു, നർച്ചറിങ് പേരൻറ്റിനെ അനുകരിക്കുന്നു. അതേസമയം നീ പഠിക്കില്ല അല്ലേന്ന് ചോദിച്ചുകൊണ്ട് തൂണിലിട്ടൊക്കെ അടിക്കുവാണെങ്കിൽ ക്രിട്ടിക്കൽ പേരൻറ്റിനെ അനുകരിക്കും, കാർക്കശ്യ സ്വഭാവക്കാരനെ അനുകരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. വലുതാകുമ്പോൾ ഈ സ്നേഹം പങ്കുവയ്ക്കും. കൈൻഡ്, ജെൻറ്റിൽ ആൻഡ് ലവിങ് ആയിരിക്കും വലുതാകുമ്പോൾ ഈ കുട്ടി, നർച്ചറിങ് പേരൻ്റ് ആണെങ്കിൽ. ഉദാഹരണം, ക്ലാസ്സിൽ താമസിച്ച് വരുന്ന കുട്ടി, അധ്യാപകൻ വിവരങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, നേരത്തെ ഇറങ്ങിയതാണ്, റോട്ടിൽ കൂടെ പോന്നപ്പോൾ സ്പീഡിൽ പോയ ഒരു കാറ് ദേഹത്ത് ചേർന്ന് തെറിച്ചു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീട്ടിൽ പോയി പുതിയ യൂണിഫോം ഇട്ടുകൊണ്ടാണ് വന്നേക്കണം, അതാണ് താമസിക്കാൻ കാരണം. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, എന്നാൽ കയറിയിരിക്കെ, ഇനി വാഹനങ്ങൾ വരുമ്പോൾ സൂക്ഷിക്കണം. അധ്യാപകൻ പറയുകയാണ്, നമ്മളിനി ചെയറൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാറൊക്കെ വരുവാണെങ്കിൽ അവിടെ നിന്നിട്ട് കാറ് പോയിട്ട് പോകാവൂ എന്ന് തുടങ്ങിയ അഡ്വൈസ് അധ്യാപകൻ പറയുന്നു. അത് നർച്ചറിങ് പേരൻ്റാണ്, പരിപോഷകൻ. ആദ്യത്തെ ക്രിട്ടിക്കൽ പേരൻ്റ് എന്ന് പറഞ്ഞു, ഇതുപോലെ ക്ലാസ്സിൽ താമസിച്ചു വന്ന കുട്ടി തന്നെയാണ്, യു പ്ലീസ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു, ഒരു കാര്യം ചോദിക്കാനുള്ള. അത് ക്രിട്ടിക്കൽ പേരൻ്റാണ്. ഇത് അധ്യാപകൻ എന്താണ് കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, തെറിച്ചു, വീട്ടിൽ പോയി പുതിയ യൂണിഫോം ഇട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, എന്നാൽ ശരി കയറിയിരിക്കുക, ഇനി വാഹനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് നടത്തണം എന്നൊരു അഡ്വൈസ് കൊടുത്തു. അത് നർച്ചറിങ് പേരൻ്റാണ്. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു. ഉടനെ അധ്യാപകൻ ആദ്യത്തേതിനകത്ത് എന്താ പറഞ്ഞ്, നീയൊക്കെ ക്ലാസ്സിൽ വരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടല്ലാന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. ഇത് അധ്യാപകൻ ചോദിച്ചു, സാധാരണഗതിയിൽ നല്ലതായിട്ട് പഠിക്കുന്ന ആളാണല്ലോ, ഇപ്രാവശ്യം എന്താണ് മാർക്ക് കുറയാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, ചിക്കൻ ബോക്സ് പിടിച്ചായിരുന്നു, 3 ആഴ്ച ക്ലാസ്സിൽ വരാൻ പറ്റിയില്ല.
അതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞു പോയതെന്ന് പറഞ്ഞു. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നോട്ട്സൊക്കെ മറ്റുള്ളവരുടെ മേടിച്ച് എഴുതിയെടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ക്ലാസ്സിൽ ഒന്നാമനായിരുന്നതുപോലെ ഇനിയും ഒന്നാമനാകണം, ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം, ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി വീട്ടിൽ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. അത് നർച്ചറിങ് പേരൻ്റാണ്. അപ്പോൾ മനസ്സിലായില്ലേ? ക്രിട്ടിക്കൽ പേരൻറ്റ്, നർച്ചറിങ് പേരൻറ്റ്. പേരൻ്റ് ഈഗോ സ്റ്റേറ്റ്. പേരൻ്റ് എന്നുള്ളത് നർച്ചറിങ്ങും ഉണ്ട്, ക്രിട്ടിക്കലും ഉണ്ട്. അവർ എപ്പോഴും ചില ഫ്രേസസ് ഉപയോഗിക്കുന്നു എന്നാണ് ഈ മനഃശാസ്ത്രം പറയുന്നത്. അവർ പൊതുവെ ഉപയോഗിക്കുന്ന ചില ഫ്രേസുകളാണ് ഹൗ ഇറ്റ് ഹാപ്പൻസ്. അതായത് ഇതെങ്ങനെ സംഭവിച്ചു. നമ്മളാണെങ്കിലും ഇപ്പോൾ മൂലൈ സാറ് പ്രിൻസിപ്പളായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും വരുമ്പോൾ നിങ്ങളിതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അത് പേരൻറ്റിൻ്റെ റോളാണ് നമ്മളെടുത്തേക്കുന്നത്. ഹൗ ഇറ്റ് ഹാപ്പൻസ്. ചിലർ പറയും എന്ത് കാരണമുണ്ടെങ്കിലും ഞാനിത് അനുവദിക്കാൻ പോണില്ല എന്ന് പറയും. എന്തൊക്കെ റീസൺ ഉണ്ടെങ്കിലും ഞാനിത് അനുവദിക്കാൻ പോണില്ല. അണ്ടർ നോ സർക്കംസ്റ്റൻസസ് ഐ വിൽ അലൗ യു. അത് പേരൻ്റ് ഉപയോഗിക്കുന്ന ചില ഫ്രേസസാണ്. അല്ലെങ്കിൽ ഓൾവേസ്, എപ്പോഴും പേരൻ്റ് ഉപയോഗിക്കുന്നതാണ്. ഓൾവേസ് പേ അറ്റൻഷൻ ടു ഇറ്റ്. ആ ഓൾവേസ് എന്നുള്ള പ്രയോഗം പേരൻറ്റിൻ്റെ പ്രയോഗമാണ്. അതുപോലെ നെവർ ഫോർഗെറ്റ് ടു ടേക്ക് ദി പെൻ ഓർ ദി നോട്ട് ബുക്ക്. നമ്മൾ ക്ലാസ്സിൽ പറയുകയാണ് നെവർ ഫോർഗെറ്റ് ഇറ്റ്. ആ നെവർ എന്നുള്ളത് പേരൻറ്റിൻ്റെ ഒരു പ്രയോഗമാണ്. അല്ലെങ്കിൽ ഡോണ്ട് ലൈ, ഡോണ്ട് സ്റ്റീൽ. നിങ്ങൾ മറ്റുള്ളവരുടെ വസ്തുക്കൾ എടുക്കരുത്, നുണ പറയരുത്, അങ്ങനെയൊക്കെ ഓർഡർ കൊടുക്കുന്നു. അതൊക്കെ പേരൻ്റ് നേച്ചറാണ് നമ്മൾ. അതുകൊണ്ടാണ് പേരൻ്റ് ഈഗോ സ്റ്റേറ്റ് ചില ഫ്രേസസ് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അത് പേരൻ്റ് ഈഗോ സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവർക്ക് പൊതുവായിട്ട് പേരൻ്റ് ഈഗോ സ്റ്റേറ്റിന് 3 തരം ഭാഷാ പ്രയോഗങ്ങളാണുള്ളത്. പേരൻ്റ് ഈഗോ സ്റ്റേറ്റിന് പ്രധാനമായിട്ടും ഒന്ന് ജഡ്ജ്മെൻ്റൽ ലാംഗ്വേജ് എന്ന് പറയും. പേരൻ്റ് എപ്പോഴും ജഡ്ജ് ചെയ്യും. നീ നിയമപ്രകാരമല്ല പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായിക്കോണം. അത് ജഡ്ജ് ചെയ്തേക്കണം, ജഡ്ജ്മെൻറ്റ് പാസ്സാക്കി. നീ ഇപ്പോൾ പ്രവർത്തിക്കുന്നതൊന്നും നിയമപ്രകാരമല്ല എന്ന് നീ മനസ്സിലാക്കണം. അതാണ് പേരൻ്റ് ഈഗോ സ്റ്റേറ്റ്, ജഡ്ജ്മെൻ്റൽ ലാംഗ്വേജ്. മറ്റത് ക്രിട്ടിക്കൽ ലാംഗ്വേജ് എന്ന് പറയും. നിന്നോട് ആര് പറഞ്ഞു ഇത് ചെയ്യുവാൻ? അതാണ് ചോദ്യം. നിന്നോട് ആര് പറഞ്ഞു ഇത് ചെയ്യാൻ? അത് പേരൻ്റ് ഈഗോ സ്റ്റേറ്റ് ആണ്, ക്രിട്ടിക്കൽ ലാംഗ്വേജ്. പിന്നീട് പേട്രണൈസിങ് ലാംഗ്വേജ് ഉപയോഗിക്കും. നീ ഇത് ചെയ്താൽ പല ഗുണങ്ങളും ഭാവിയിലുണ്ടാകും എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അവിടെ നർച്ചറിങ് പേരൻ്റാണ് വരുന്നത്. നമ്മളിത് പറഞ്ഞല്ലോ, പേരൻ്റ് 2 വിധത്തിലുണ്ടെന്ന് പറഞ്ഞു. ക്രിട്ടിക്കൽ പേരൻറ്റ്, നർച്ചറിങ് പേരൻറ്റ്. ഇത് പേട്രണൈസിങ് ലാംഗ്വേജ് നർച്ചറിങ് പേരൻറ്റിൻ്റെയാണ്. അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പേരൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ടോട്ട് കൺസെപ്റ്റ് ഓഫ് ലൈഫ് എന്ന് പറയും. ടോട്ട് കൺസെപ്റ്റ് ഓഫ് ലൈഫ് നമ്മൾ പഠിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ വ്യക്തിത്വ ഘടന എന്ന് ഞാൻ പറഞ്ഞു. പേരൻ്റ്, അഡൽട്ട്, ചൈൽഡായിട്ടാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് വ്യക്തിത്വത്തെ തിരിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യത്തേതാണ് പറഞ്ഞത് പേരൻ്റ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പേരൻ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ വിമർശിക്കുക, മറ്റുള്ളവരെ വളർത്തുക, ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുക, താക്കീത് ചെയ്യുക, ഉപദേശം പറയുക. നമ്മളൊക്കെ വീട്ടിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഉപദേശം പറയുക, താക്കീത് ചെയ്യുക, കുട്ടികളോട് പറയും ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അതൊക്കെ പേരൻറ്റിൻ്റെ റോൾ അഭിനയിക്കുന്നു നമ്മൾ. പേരൻ്റ് 2 വിധത്തിലുണ്ട്, ക്രിട്ടിക്കൽ പേരൻ്റ് ആൻഡ് നർച്ചറിങ് പേരൻ്റ്. ക്രിട്ടിക്കൽ പേരൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കാർക്കശ്യമായിട്ട് കാണുന്നു, എല്ലാത്തിനെയും വിമർശിക്കുന്നു, എതിര് പറയുന്നു. മറ്റത് പരിപോഷകൻ, നർച്ചറിങ് പേരൻ്റ്. കുട്ടികളെ പരിപോഷിപ്പിച്ചുകൊണ്ട് വളർത്താനായിട്ട് ശ്രമിക്കുന്നു. 3 തരം ഭാഷാ പ്രയോഗങ്ങളാണ് പേരൻറ്റിനുള്ളത്: ജഡ്ജ്മെൻ്റൽ ലാംഗ്വേജ്, ക്രിട്ടിക്കൽ ലാംഗ്വേജ് ആൻഡ് പേട്രണൈസിങ് ലാംഗ്വേജ്. ഇത് ക്ലിയർ അല്ലേ? അടുത്തത് നമ്മൾ പക്വഭാവത്തിലേക്ക് പോവുകയാണ്. രണ്ടാമത്തത് പേരൻ്റ്, അഡൽട്ട്, ചൈൽഡ് എന്നാണ് വ്യക്തിത്വത്തെ ഇവരെ ഘടനയിൽ തിരിച്ചിട്ടുള്ളത്. പക്വഭാവം, അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്. എന്താണ് പക്വഭാവം? നമ്മളിലൊക്കെ പേരൻ്റ് സ്റ്റേറ്റ് ഉള്ളതുപോലെ നമ്മളിലൊക്കെ അഡൽട്ട് സ്റ്റേറ്റ് ഉണ്ട്. യാഥാർത്ഥ്യങ്ങളെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യുന്നു. എന്തെങ്കിലും ഉണ്ടായാൽ ഓബ്ജക്റ്റീവായിട്ട് അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അഡൽട്ട് ഈഗോ സ്റ്റേറ്റിലാണ്. അതുപോലെ പ്രശ്നങ്ങൾ യുക്തിപൂർവ്വം കൈകാര്യം ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അത് യുക്തിപൂർവ്വം കൈകാര്യം ചെയ്യുന്നു. അത് അഡൽട്ട് ഈഗോ സ്റ്റേറ്റാണ് നമ്മുടെ. കഴിഞ്ഞകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പുതിയ സാധ്യതകൾ ആരായുന്നു. ഞാൻ ചെറിയ ബിസിനസ്സായിരുന്നു, കഴിഞ്ഞ് പൊട്ടിപ്പോയപ്പോൾ ഞാനിപ്പോൾ ആലോചിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചില പാളിച്ചകൾ പറ്റി. അതിൻ്റെ വെളിച്ചത്തിൽ പുതിയ സാധ്യതകൾ നമ്മൾ ആരായുന്നു. അത് അഡൽട്ട് ഈഗോ സ്റ്റേറ്റാണ്. അതുപോലെ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തുന്നു. അഡൽട്ട് ഈഗോ സ്റ്റേറ്റാണ്. എനിക്ക് തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട്, അത് ഞാൻ മനസ്സിലാക്കി തിരുത്താൻ തയ്യാറാവുന്നു. അഡൽട്ട് ഈഗോ സ്റ്റേറ്റാണ്. വസ്തുതകൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നു.
എന്തെങ്കിലും ഈ ഒരു ഇവൻ്റ് ഉണ്ടായി, എന്താണ് ആ ഇവൻ്റ് ഉണ്ടാകാൻ കാരണം, അതിനെപ്പറ്റി കൂടുതൽ അപഗ്രഥിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ അഡൽട്ട് ഈഗോ സ്റ്റേറ്റാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ അപകടങ്ങൾ മുൻകൂട്ടി കാണുന്നു. ഇങ്ങനെ പോയാൽ പല അപകടങ്ങളിൽ ചെന്ന് വീഴും. അത് മുൻകൂട്ടി കാണുന്നു. ഇപ്പോൾ ഞാനീ പറഞ്ഞ 5-6 ആശയങ്ങൾ ഇവിടെയൊക്കെ നമ്മുടെ അഡൽട്ട് ഈഗോ സ്റ്റേറ്റാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ പേരൻ്റ് നേച്ചർ നമുക്കുണ്ട്, അഡൽട്ട് നേച്ചറുണ്ട്, ചൈൽഡ് നേച്ചറുണ്ടെന്ന് പറഞ്ഞു. അതാണ് ടിയുടെ വ്യക്തിത്വ ഘടന. മറ്റേ കാൾ യുങ്ങിൻ്റെ ഇൻട്രോവർട്ട് എക്സ്ട്രോവർട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ എന്താണ് പക്വഭാവം എന്ന് പറഞ്ഞാൽ ഇതാണ് പക്വഭാവം. കാര്യങ്ങൾ, യാഥാർത്ഥ്യങ്ങളെ ഒബ്ജക്റ്റീവായിട്ട് അനലൈസ് ചെയ്യുന്നു, പ്രശ്നങ്ങൾ റീസണബിളായിട്ട് കൈകാര്യം ചെയ്യുന്നു, കഴിഞ്ഞകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പുതിയ സാധ്യതകളും പുതിയ തീരുമാനങ്ങളും എടുക്കുന്നു, തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തുന്നു, വസ്തുതകൾ കൂടുതൽ പഠിക്കാൻ തയ്യാറാകുന്നു, അപകടങ്ങൾ മുൻകൂട്ടി കാണുന്നു. ഇതെല്ലാം അഡൽട്ട് ഈഗോ സ്റ്റേറ്റാണ്. ഏതാണ്ട് 10 മാസം പ്രായമാകുമ്പോൾ അഡൽട്ട് ഭാവം രൂപപ്പെട്ടു തുടങ്ങുന്നു. അതായത് ജനിച്ചതിന് ശേഷം 10 മാസമാകുമ്പോഴേക്കും നമ്മിലെ പിതൃഭാവത്തെയും ശിശുഭാവത്തെയും ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് പക്വഭാവം. നമ്മളെ എല്ലാവരിലും ശിശുഭാവമുണ്ട്, പേരൻ്റ് ഭാവമുണ്ട്. അതിനെ ഏകോപിപ്പിക്കുക, നിയന്ത്രിക്കുക, അത് ചെയ്യുന്നത് ഈ പക്വഭാവമാണ്. ഉദാഹരണത്തിന്, എൻ്റെ പിതൃഭാവത്തിൽ കുറേ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാനിപ്പോൾ പലരോടും ദേഷ്യപ്പെടുന്നുണ്ട്, പലരെയും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അത് പോരാ, അത് എന്നോട് പല ആൾക്കാർക്കും അകൽച്ചയുണ്ട്, മാനസിക അകൽച്ച. അതുകൊണ്ട് ഇച്ചിരി വ്യത്യാസം വരുത്തണം എന്ന് തീരുമാനിക്കുന്നത് അഡൽട്ട് ഈഗോ സ്റ്റേറ്റാണ് നമ്മിലെ. അതുപോലെ എന്നിലെ ശിശുഭാവം നല്ല വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിന് തടസ്സമാണ്. ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്, എന്നിൽ കുറേ ചൈൽഡ് ലൈക്ക് നേച്ചറുണ്ട്, ചൈൽഡിഷ് നേച്ചറുണ്ട്. അത് തിരുത്തണം. തിരുത്തിയില്ലെങ്കിൽ ആളുകൾ നമ്മളെ കളിയാക്കുകയും നമ്മളെ വലിയ ജോലികളൊന്നും ഏൽപ്പിക്കുകയും ചെയ്യുകയില്ല. അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അത് നമ്മിലെ പക്വഭാവമാണ് ഈ ചിന്ത നമ്മിൽ ഉണ്ടാക്കുന്നത്. അഡൽട്ട് ഈഗോ സ്റ്റേറ്റും ചില ഫ്രേസസ് ഉപയോഗിക്കുന്നു. അത് പ്രധാനമായിട്ടും W-ൽ തുടങ്ങുന്ന വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത്. വൈ, വാട്ട്, ഹൗ, ഹൂ, വെയർ, വെൻ, ഹൗ മച്ച്, ഇൻ വാട്ട് വേ. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ആര് പറഞ്ഞു? അത് എപ്പോൾ പറഞ്ഞു? എന്തിനു വേണ്ടിയിട്ട് പറഞ്ഞു? ഇതൊക്കെ അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് ഉപയോഗിക്കുന്ന ചില ഫ്രേസുകളാണ്. ഞാൻ പേരൻ്റ് ഈഗോ സ്റ്റേറ്റ് ഉപയോഗിക്കുന്ന ചില ഫ്രേസുകളെ പറ്റി പറഞ്ഞു. അണ്ടർ നോ സർക്കംസ്റ്റൻസസ് ഐ വിൽ അലവ് യു, യു ഹാവ് ടു കറക്റ്റ് യുവർ സെൽഫ്, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു. അതുപോലെ അഡൽട്ട് ഉപയോഗിക്കുന്ന ചില ഫ്രേസസാണ് വൈ, വാട്ട്, ഹൗ, ഹൂ, വെയർ, വെൻ, ഹൗ മച്ച്, ഇൻ വാട്ട് വേ, ഇങ്ങനെയൊക്കെ ചെയ്യും. ദെയർ മെയിൻ ജഡ്ജ്മെൻ്റൽ വേർഡ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. നമ്മൾ ചിന്തിച്ചിട്ട് പറയും, ഈ ചെയ്തേക്കണ ശരിയാണോ, ഈ ചെയ്തേക്കണ തെറ്റാണോ. നമ്മളൊരാളോട് പറയുകയാണ്, നീ ചെയ്തേക്കണ ശരിയല്ല, അവിടെ അഡൽട്ട് ഈഗോ സ്റ്റേറ്റാണ് അത് ഡിസിഷൻ എടുക്കുന്നത്. അഡൽട്ട് ഈഗോ സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട ജഡ്ജ്മെൻ്റൽ വേർഡ്സ് ട്രൂ ആൻഡ് ഫാൾസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തന്നെ പറയില്ലേ, ആളെ ചെയ്തത് ശരിയായില്ല എന്ന് പറയും. അത് അഡൽട്ട് ഈഗോ സ്റ്റേറ്റാണ്. നമ്മൾ മറ്റത് തോട്ട് കൺസെപ്റ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു. അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് ഈസ് ദി തോട്ട് കൺസെപ്റ്റ് ഓഫ് ലൈഫ്. ആദ്യത്തെ തോട്ട് കൺസെപ്റ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞത് തോട്ട് കൺസെപ്റ്റ് ഓഫ് ലൈഫ്. ചിന്തിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കും. സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയിലെ 3-ാമത്തെയാണ് ശിശുഭാവം. ഇത് ഭാവമാണെന്ന് പറഞ്ഞു, എല്ലാവരിലും ഉള്ളതാണിത്. ഈ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ശിശുവിൻ്റെ സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്നു. ശിശുഭാവത്തിൻ്റെ 2 സവിശേഷതകൾ പ്രധാനപ്പെട്ടതാണ്. 2 സവിശേഷതകൾ. എന്താണ് ശിശുഭാവം? നമ്മളിലുണ്ടോ എന്ന്, നമ്മളിൽ തന്നെ ശിശുഭാവം ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആവശ്യങ്ങൾ വളഞ്ഞ വഴിയിലൂടെ നേടിയെടുക്കുന്നു, അത് ശിശുഭാവമാണ്. നമ്മളും ഇപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ വളഞ്ഞ വഴിയിലൂടെ നേടിയെടുക്കുക എന്ന് വിചാരിക്കുക, അവിടെ നമ്മിലെ ശിശുഭാവമാണ് ആക്റ്റീവാകുന്നത്. ഉദാഹരണം, ശ്രദ്ധ ലഭിക്കണമെന്നുണ്ട്, അതിനായി ഭക്ഷണം കഴിക്കാതെ വാശി പിടിക്കും ചെറിയ കുട്ടി. അപ്പോൾ മാതാപിതാക്കന്മാർ എന്നാൽ വാ ഞാൻ ഭക്ഷണം വാരിത്തരാമെന്ന് പറയുന്നു. അപ്പോൾ വാരിക്കൊടുക്കുന്നു. വാരിക്കൊടുത്തപ്പോൾ ആ ഉദ്ദേശിച്ച ശ്രദ്ധ കിട്ടി, അതോടുകൂടി ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ഇതാണ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. ഇല്ല, 1-ാമത്തത് ആവശ്യങ്ങൾ വളഞ്ഞ വഴിയിലൂടെ നേടിയെടുക്കുന്നു, അതിൻ്റെ നേച്ചറാണ്. 2-ാമത്തത് എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരെ ആശ്രയിക്കുന്നു, അത് ചൈൽഡ് ഈഗോ സ്റ്റേറ്റാണ്. നമ്മളിപ്പോൾ പല കാര്യങ്ങൾക്കും പലരെ ആശ്രയിക്കുമെന്ന് വിചാരിക്കുക, അവിടെ നമ്മിലെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റാണ് പ്രവർത്തിക്കുന്നത്. ഉദാഹരണം, +2 കഴിഞ്ഞ് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് ചോദിച്ചു.
അപ്പോൾ പറഞ്ഞു അത് ഡാഡി തീരുമാനിക്കും. കുട്ടി പറഞ്ഞു അത് ഡാഡി തീരുമാനിക്കും. ആ ആൾക്ക് യാതൊരു ആശയവുമില്ല, യാതൊരു ഐഡിയയുമില്ല, അത് ഡാഡി തീരുമാനിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്തൊക്കെ സ്വന്തമായ അഭിപ്രായമില്ല. ആ സമയത്തൊക്കെ നമ്മിലെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടില്ലേ 3. ഇപ്പം ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിയുമ്പോൾ ഭാവങ്ങൾ മാറി മാറി വരുന്നതിന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കുട്ടി അമ്മയോട് പറഞ്ഞു, എനിക്ക് ആ കളിക്കോപ്പ് എടുത്ത് തരാണ്ട് ഞാൻ ഭക്ഷണം കഴിക്കില്ലെന്ന്. അമ്മ പറഞ്ഞു, നീ കഴിക്കണ്ട, നിനക്ക് ആ തരാൻ പോകുന്നുള്ളൂ, നീ കഴിക്കണ്ടെന്നു. അപ്പോൾ രണ്ടുപേരും വാശിയിലാണ്. കുട്ടി ഭക്ഷണം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിച്ചില്ല, അവസാനം വൈകുന്നേരം അത്താഴവും കഴിക്കാണ്ട് കുട്ടി കട്ടിലേക്ക് കയറി കിടന്നു. ഉടനെ അമ്മ വന്ന് അത് എടുത്ത് കുട്ടിക്ക് കൊടുത്തു. കുട്ടി ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഇവിടെ ആരാണ് ഓർഡർ ഇട്ടത്? ആരാണ് ഓർഡർ ഇട്ടത്? കുട്ടിയാണ് ഓർഡർ ഇട്ടത്. അപ്പോൾ കുട്ടി അവിടെ പേരൻ്റ് ഈഗോ സ്റ്റേറ്റിലേക്ക് വന്നു, അവിടെ പേരൻ്റ് ഭാവത്തിലേക്ക് വന്നു. ആ ഓർഡർ അനുസരിച്ചതാരാണ്? ഇത് അമ്മ അവിടെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലേക്ക് പോയി. ഇപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ, ഭാവങ്ങളിങ്ങനെ മാറി മാറി വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഈ അമ്മ കുട്ടിയെ അടിക്കാൻ ഓടിച്ചുകൊണ്ട് പോന്നപ്പോൾ പിതൃഭാവത്തിലായിരുന്നു. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അന്ന് പറഞ്ഞില്ലായിരുന്നു, ക്രിട്ടിക്കൽ പേരൻ്റായിരുന്നു. നിന്നെ ഇപ്പോൾ അടിച്ചിട്ടേ ഉള്ളൂ, നിന്നെ കട്ടുതീറ്റ നടത്തുമെന്ന് പറഞ്ഞു പോകുന്നു. അപ്പോൾ ക്രിട്ടിക്കൽ പേരൻ്റാണ്. ഉടനെ രണ്ടാമത്തെ റൗണ്ട് വന്നപ്പോൾ ആങ്ങള കയറി വരുന്നു. ഉടനെ അതൊക്കെ എപ്പോൾ ഒന്ന് യാത്രയൊക്കെ സുഖമായിരുന്നു എന്ന് ചോദിച്ചു. ഭാവങ്ങൾ മാറ്റി ആ സമയത്ത് പക്വഭാവത്തിലേക്ക് വന്നു. ആദ്യം ക്രിട്ടിക്കൽ, അതാണ് നമ്മിലെ ഭാവങ്ങളിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ശിശുഭാവം എന്നത് കുട്ടിക്കാലത്തുണ്ടായ വിചാരങ്ങൾ വീണ്ടും മനസ്സിലേക്ക് കടന്നു വരുന്നതാണ് ശിശുഭാവം. ഇപ്പോൾ സിമ്പിൾ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലായി, ഞാൻ എല്ലാം ഉദാഹരണമാണ് പറയുന്നത്. മാനേജർ ഒരു കാര്യം പറയാനായിട്ട് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് 10-40 വയസ്സുണ്ട്. മാനേജർ മുറിയിലേക്ക് വിളിപ്പിക്കുന്നു. അപ്പോൾ പേടിയും നടുക്കവും ഉണ്ടാകുന്നു. എന്തെങ്കിലും തെറ്റ് ചെയ്തിരിക്കുമോ എന്നാണ് അന്നേരം ചിന്തിക്കുന്നത്. കാരണം ചെറുപ്പത്തിൽ പലതവണ ഹെഡ് മാസ്റ്റർ മുറിയിലേക്ക് വിളിച്ച് ചൂടായതും തല്ല് കിട്ടിയതുമാണ് ആ സമയത്ത് ഓർത്തത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാനേജറെ മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു, പിയൂണിനെ പറഞ്ഞയച്ചിരിക്കുകയാണ്, മാനേജറെ മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ആ സമയത്ത് ആകെ വേർക്കണു, പേടിക്കുന്നു, നടുക്കമുണ്ടാകുന്നു. കാരണം മനസ്സിൽ കിടക്കുന്നത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹെഡ് മാസ്റ്റർ പല പ്രാവശ്യം മുറിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്, ചെന്ന് കഴിഞ്ഞപ്പോൾ ചെറിയ അടിയാണ് കിട്ടിയിട്ടുള്ളത്. അതാണ് മനസ്സിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം മാനേജർ വിളിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പരിപാടിയൊക്കെ വളരെ നല്ലതാണ്, മോളിൽ നിന്ന് എനിക്ക് എഴുത്ത് കിട്ടി, നിങ്ങൾക്കൊരു അവാർഡുണ്ടെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിലും പേടിച്ച് പറച്ചാണ് അങ്ങോട്ട് പോകുന്നത്. കാരണം ആ ഹെഡ് മാസ്റ്റർ വിളിച്ച് അടി തന്നതാണ് ഓർത്തിരിക്കുന്നത്. ശിശുഭാവം നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവുമാണ്, 2 വിധത്തിലും വരും. ഉദാഹരണത്തിന് ഗ്രാൻഡ് മദർ ഇടയ്ക്ക് വീട്ടിലേക്ക് വിളിച്ച് ചില സമ്മാനങ്ങൾ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അമ്മയുടെ അമ്മ ഇടയ്ക്ക് വീട്ടിലേക്ക് വാ, ചില പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചെറിയ സമ്മാനം, ഒരു ഉടുപ്പൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മാനേജർ വിളിക്കുമ്പോൾ അതായിരിക്കും ഓർക്കുന്നത്, വലിയ സന്തോഷത്തോടെ ആയിരിക്കും മുറിയിലേക്ക് പോകുന്നത്. ചിലപ്പോൾ മാനേജറുടെ മുറിയിൽ ചെല്ലുമ്പോൾ ശകാരമാണ് കിട്ടുന്നതെങ്കിലും വിളിക്കുന്ന സമയത്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. എന്താണ് കാരണം? പണ്ട് ഗ്രാൻഡ് മദർ വീട്ടിലേക്ക് വിളിച്ചതും ചില സമ്മാനം തന്നതുമാണ് മനസ്സിൽ കിടക്കുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. അപ്പോൾ ആ സമ്മാനം മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് വളരെ സന്തോഷത്തോടു കൂടി അങ്ങ് പോകുന്നത്. അപ്പോൾ ഇതാണ് ശിശുഭാവം. നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവുമാണ്. പേരൻ്റ് ഭാവം 2 വിധത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ക്രിട്ടിക്കൽ പേരൻ്റ് ആൻഡ് നർച്ചറിങ് പേരൻ്റ് എന്ന് പറയും. ശിശുഭാവം 2 വിധത്തിലുണ്ട്. ഒന്ന് ഫ്രീ ചൈൽഡ് എന്ന് പറയും, ടിയുടെ ഭാഷയിൽ. സന്തോഷത്തോടെ കുടുംബാംഗങ്ങളുടെ വാത്സല്യത്തിൽ വളരുന്ന കുട്ടി, ഫ്രീ ചൈൽഡ്. 2 അഡാപ്റ്റഡ് ചൈൽഡ്, സന്തോഷമില്ലാതെ ഭയത്തിൽ ജീവിക്കുന്ന കുട്ടി, സാഹചര്യങ്ങളോട് അഡാപ്റ്റ് ചെയ്യപ്പെടും. താല്പര്യമില്ല സാഹചര്യം, അഡാപ്റ്റ് ചെയ്യാനായിട്ട് നിർബന്ധിതമാകുന്നു. ഞാൻ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും, എല്ലായ്പ്പോഴും ഉദാഹരണമാണ് പറഞ്ഞത്. ഒരു വീട്, അപ്പൻ ജോലി കഴിഞ്ഞ് വൈകുന്നേരം വരുന്നു, അതാണ് സംഭവിക്കുന്നത്. കുട്ടികൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൻ ഗേറ്റിങ്ങിൽ വന്ന വഴിയെ ഓടിച്ചെല്ലുന്നു. അപ്പോൾ ആ സ്കൂളിലുണ്ടായ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു. ഒരാൾ അപ്പൻ്റെ ബാഗ് മേടിച്ച് പിടിക്കുന്നു, ഒരാൾ അപ്പൻ്റെ കുട മേടിച്ച് പിടിക്കുന്നു. അന്ന് ക്ലാസ്സിലുണ്ടായ കാര്യങ്ങൾ പറയുന്നു. ആ ക്ലാസ്സിലെ രാജേഷിനെ ടീച്ചർ അടിച്ച കാര്യം അപ്പനോട് പറയുന്നു. കാരണം അവൻ ഒരു പെൺകുട്ടിയുടെ തലമുടിയെ പിടിച്ച് വലിച്ചു.
അവിടെ രാജേഷിനൊരു ടീച്ചർ അടി കൊടുത്തു എന്ന് പറയുന്നു. അമ്മ കാപ്പി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അവർ സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് കയറുന്നു. അപ്പൻ ചില പലഹാരങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, അത് കുട്ടികൾക്ക് കൊടുക്കുന്നു. അവർ സന്തോഷത്തോടുകൂടി കാപ്പി കുടിക്കുന്നു. ഫാമിലി ഒന്നിച്ചിരുന്ന് കാപ്പി കുടിക്കുന്നു. അതിനുശേഷം കുട്ടികൾ പഠിക്കാൻ പോകുന്നു. അപ്പൻ എന്തെങ്കിലും പുറത്തേക്ക് കൃഷിസ്ഥലത്തേക്കൊക്കെ ഇറങ്ങുന്നു. ഇതാണ് ഈ ഫ്രീ ചൈൽഡ്. ഒരു വീടാണ്. വീടിൻ്റെ ഉദാഹരണം ഇതാണ്. അപ്പൻ ജോലി കഴിഞ്ഞ് വരുന്നു, മക്കൾ രണ്ടുപേരും ഓടി ചെല്ലുന്നു, ഗേറ്റിങ്ങിലേക്ക് ചെല്ലുന്നു, സ്കൂളിലുണ്ടായ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ കാപ്പി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, കാപ്പി കുടിക്കുന്നു, സന്തോഷത്തോടു കൂടി പോകുന്നു. മറ്റൊരു വീട്, അപ്പൻ ജോലി കഴിഞ്ഞ് വരുന്ന അതേ രംഗം തന്നെ. കുട്ടികൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പനെ കണ്ട സമയം കുട്ടികൾ എവിടെയോ പോയി ഓടിച്ചു. അപ്പൻ ഗൗരവത്തിൽ വീട്ടിലേക്ക് കയറി കുട്ടികളോട് പോയി പഠിക്കാൻ പറയുന്നു. അവിടെ കാപ്പി കുടിക്കുന്നു. കാപ്പി കുടിക്കുമ്പോൾ കാപ്പിക്ക് പൊടി കൂടിയതിനെപ്പറ്റി വിമർശിക്കുന്നു. ഇതുവരെ കാപ്പി ഉണ്ടാക്കാൻ പോലും പഠിച്ചില്ലേ എന്ന് ഭാര്യയോട് കയർക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് ഈ സാഹചര്യത്തിൽ വളർന്നു വരുന്ന കുട്ടി അഡാപ്റ്റഡ് ചൈൽഡാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഉദാഹരണം, 2 ഉദാഹരണവും അപ്പൻ ജോലി കഴിഞ്ഞ് വരുന്നതാണ്. ആദ്യത്തേത് ഫ്രീ ചൈൽഡാണ്, രണ്ടാമത്തത് അഡാപ്റ്റഡ് ചൈൽഡാണ്. ഇൻ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇമോഷൻ ഡോമിനേറ്റ്സ് റീസൺ. റീസൺ അനുസരിച്ചല്ല അവിടെ പ്രവർത്തിക്കുന്നത്, ഇമോഷനിലാണ്. അന്നത്തെ ആ സമയത്തുള്ള വികാരത്തിലാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവരിലും ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ഉണ്ട്. ഇതിന് പ്രായവുമായിട്ട് ബന്ധമില്ല. അതായത് ചെറുപ്പത്തിൽ നാം ചെയ്തതുപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ചില ടേംസൊക്കെ ഉപയോഗിക്കും. ഞാൻ എല്ലാവരും ഇതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയും. ഐ വിഷ് എനിക്ക് ഇന്നതൊക്കെ, എനിക്കൊരു സാധനങ്ങളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ചൈൽഡ് ഈഗോ സ്റ്റേറ്റാണ്. നമ്മൾ ചിലപ്പോൾ പറയുകയാണ് എനിക്ക് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ചൈൽഡ് ഈഗോ സ്റ്റേറ്റാണ് വർക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും അമളി പറ്റിയാൽ ഇന്നൊരു മോശം ദിവസമാണെന്ന് പറയുക. നമ്മുടെ തെറ്റുകൊണ്ടായിരിക്കും അമളി പറ്റിയത്, പക്ഷേ ഇന്നത്തെ ദിവസം ഒരു മോശമാണെന്ന് പറയുക. അത് ചൈൽഡ് ഈഗോ സ്റ്റേറ്റാണ്. എല്ലാം സൂപ്പർലേറ്റീവായിട്ട് പറയുക ചിലരുടെ നേച്ചറാണ്. ആ പാമ്പുണ്ടല്ലോ 2 മനുഷ്യരെ വേണമെങ്കിൽ ഒരുമിച്ച് വിഴുങ്ങിക്കളയും എന്നൊക്കെ ആൾക്കാർ പറയും. അപ്പോൾ അത് ചൈൽഡ് ഈഗോ സ്റ്റേറ്റാണ്. ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ ഭാവനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. എന്തെങ്കിലും അമളി പറ്റിയാൽ ഇന്നത്തെ ദിവസം മോശമാണെന്ന് പറഞ്ഞു അതുപോലെ സൂപ്പർലേറ്റീവായിട്ട് പറയും. നമ്മൾ കാര്യങ്ങൾ അല്പോടെ ഇല്ലാത്ത കാര്യങ്ങൾ ഇച്ചിരി പൊക്കി പറയും. അതാണ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. ദിസ് ഈസ് ദി ഫെൽറ്റ് കൺസെപ്റ്റ് ഓഫ് ലൈഫ്. ആദ്യത്തെ നമ്മൾ ഏത് കൺസെപ്റ്റ് എന്നാണ് പറഞ്ഞത്? പേരൻറ്റ് ഈസ് ദി പേരൻറ്റ് ഈസ് ദി taught concept of life. Adult is thought concept of life. Child is felt concept of life. ഈ വ്യക്തിത്വ ഘടനയാണ് ആദ്യത്തെ. ഞാൻ പറഞ്ഞല്ലോ 4-5 പോയിൻ്റാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ വ്യക്തിത്വ ഘടനയാണ് നമ്മൾ ഫസ്റ്റ് പോയിൻ്റാണ് ഇപ്പോൾ തീർത്തിരിക്കുന്നത്. ഞാൻ ഏത് വ്യക്തിഭാവത്തിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ അതിൽ തന്നെ തുടർന്നു പോകാനോ അല്ലെങ്കിൽ തിരുത്തുവാനോ നമുക്ക് സാധിക്കുന്നു. കുട്ടിക്കാലത്ത് കാണിക്കുന്ന അടവുകൾ 60 വയസ്സിലും കാണിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മറ്റൊരവസ്ഥയിലേക്ക് നീങ്ങാൻ നമുക്ക് സഹായിക്കും, ടിയെ അറിയാമെങ്കിൽ. ഇപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന അടവുകളൊക്കെ 60 വയസ്സായി എന്നിട്ടും കുട്ടിക്കാലത്തെ അടവുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിൽ വന്നാൽ അത് തിരുത്തി വേറൊരവസ്ഥയിലേക്ക് പോകാൻ ടിയെ നമ്മെ സഹായിക്കുന്നു. ഏത് വ്യക്തിഭാവത്തിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ അതിൽ തന്നെ തുടർന്നു പോകണമെങ്കിൽ തുടർന്നു പോകാൻ നല്ലതാണെങ്കിൽ, അല്ലെങ്കിൽ തിരുത്താൻ സഹായിക്കുന്നു. രണ്ടാമത്തെ പോയിൻ്റാണ് വ്യക്തിയാന്തര സംവേദനം അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ. ആദ്യത്തെ വ്യക്തിത്വ ഘടന പേരൻ്റ്, അഡൽട്ട്, ചൈൽഡ്. അതാണ് വ്യക്തിയാന്തര സംവേദനം, ട്രാൻസാക്ഷൻ. ഞാൻ ഒരാളെ നോക്കി പുഞ്ചിരിച്ചു, അയാൾ ഇങ്ങോട്ടും. ഇതാണ് ട്രാൻസാക്ഷൻ. ഇത് 3 വിധത്തിലുണ്ട് എന്നാണ് ടിയെ പറയുന്നത്. ഈ പരസ്പര അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഭാഷണം. ഒന്ന് പരസ്പര പൂരക സംവേദനം അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷൻ. ഒന്നാമത്തത്. പൊതുവിൽ എന്താണ് കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷൻ എന്ന് ചോദിച്ചാൽ ഒരേ ഭാവങ്ങൾ തമ്മിലാണ് നടക്കുന്നത്. പൊതുവിൽ ഒരു 90%. അല്ലാണ്ടും വരാം. ഞാൻ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. അല്ലാണ്ടും വരാം. 2 സവിശേഷതകൾ ഇതിനുണ്ട്. ഒന്ന്, മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പ്രതികരണം ലഭിക്കണം. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരാളിന് ചോദിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രതികരണം കിട്ടിയാൽ അത് കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷനാണ്. അവസാനം സന്തോഷത്തിലും സംതൃപ്തിയിലും പര്യവസാനിക്കും. ഈ നമ്മുടെ സംഭാഷണം സന്തോഷത്തിൽ പോകുന്നു. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും.
ഉദാഹരണം, സമയം എന്തായി എന്നൊരാളോട് ചോദിച്ചു. ആൾ വാച്ച് നോക്കിയിട്ട് പറഞ്ഞു 12:10. ഇതെങ്ങനെ അനലൈസ് ചെയ്യുന്നത് ചോദിച്ചാൽ, എ ആണ് ചോദിച്ചത്. എയുടെ അഡൽട്ട് ഭാവം ബിയുടെ അഡൽട്ട് ഭാവത്തോട് ചോദിച്ചപ്പോൾ ബിയുടെ അഡൽട്ട് ഭാവം എയുടെ അഡൽട്ട് ഭാവത്തോട് ഉത്തരം കൊടുത്തു. പറഞ്ഞു മനസ്സിലായി? അതാണ് PAC, പേരൻ്റ് അഡൽട്ട് ചൈൽഡാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൗ ആർ യു എന്ന് ചോദിച്ചു ഈ എക്സാമ്പിൾ. അപ്പോൾ മറ്റേ ആൾ ഗുഡ് ഹൗ ആർ യു എന്ന് അങ്ങോട്ട് ഗുഡ് ഹൗ ആർ യു എന്ന് ചോദിച്ചു. അത് കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷനാണ്. ഉദ്ദേശിച്ച റിപ്ലൈ ആണ് കിട്ടിയിട്ടുള്ളത്. സമയം എന്തായി എന്ന് ചോദിച്ചു, 12:10 എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മിലെ ഏത് ഭാവമാണ് സമയം ചോദിക്കുന്നത്? പക്വഭാവമാണ്. നമ്മിലെ പക്വഭാവം മറ്റേ ആളുടെ പക്വഭാവത്തോട് ചോദിച്ചപ്പോൾ ആ ആളുടെ പക്വഭാവം നമ്മുടെ പക്വഭാവത്തിനോട് ഉത്തരം പറഞ്ഞു. അങ്ങനെ വരുന്ന ട്രാൻസാക്ഷനെയാണ് കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്, പരസ്പര പൂരക സംഭാഷണം. മറ്റൊരു ഉദാഹരണം, ഇപ്പോൾ മാനേജർ സെക്രട്ടറിയെ വിളിച്ച് ചോദിച്ചു, ആ റിപ്പോർട്ടൊക്കെ എഴുതി കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ അത് A to A ആണ് ചോദിച്ചേക്കുന്നത്. റിപ്പോർട്ട് എഴുതി കഴിഞ്ഞു. സെക്രട്ടറി പറഞ്ഞു, കഴിഞ്ഞു, ഞാനിപ്പോൾ തന്നെ മെയിൽ ചെയ്യാൻ തുടങ്ങിയായിരുന്നു, ഞാനിപ്പോൾ തന്നെ മെയിലിലേക്ക് അയക്കാൻ തുടങ്ങിയായിരുന്നു. രണ്ടുപേരുടെയും തമ്മിലാണ് സംഭാഷണം നടത്തിയേക്കുന്നത്. റിപ്പോർട്ട് എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു, ഞാനിപ്പോൾ തന്നെ മെയിൽ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഇത് A to A ആയതിനാൽ കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷനാണ്. മറ്റൊരു കാര്യം, പ്രതീക്ഷിക്കുന്ന ഉത്തരം കിട്ടിയാൽ ഒരേ ഈഗോ സ്റ്റേറ്റിൽ അല്ലാതെയുള്ള സംഭാഷണവും കോംപ്ലിമെൻ്ററിയാണ്. പ്രതീക്ഷിക്കുന്ന ഉത്തരം കിട്ടണം, അതാണ് അതിൻ്റെ പ്രത്യേകത. പ്രതീക്ഷിക്കുന്ന ഉത്തരം കിട്ടിയാൽ ഡിഫറൻറ്റ് ഈഗോ സ്റ്റേറ്റ് ആണെങ്കിലും അത് കോംപ്ലിമെൻ്ററി ആണ്. ഉദാഹരണം, കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷൻ, ടെൽ മീ ദി ടൈം ഓഫ് ക്രിക്കറ്റ് ഗെയിം നമ്മളൊരാളോട് ചോദിച്ചു. അപ്പോൾ 4 PM. അപ്പോൾ അത് കോംപ്ലിമെൻ്ററി ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷൻ വേറെ പേരൻറ്റും ചൈൽഡും തമ്മിലും കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷൻ വരും. ഗോ ആൻഡ് സ്റ്റാർട്ട് യുവർ സ്റ്റഡി എന്ന് പറഞ്ഞു പേരൻറ്റ്. അത് പേരൻറ്റ് ഓർഡറായിട്ടേക്കണം കുട്ടിയോട്. കുട്ടി പറഞ്ഞു 5 more minutes പ്ലീസ്, ദിസ് ഈസ് ദി ലാസ്റ്റ് ഓവർ ഓഫ് ദി ഗെയിം. 5 more minutes പ്ലീസ് പപ്പ, ദിസ് ഈസ് ദി ലാസ്റ്റ് ഓവർ ഓഫ് ദി ഗെയിം. അപ്പോൾ ഫാദറും പറഞ്ഞു ശരി ശരി ചെയ്തു. അപ്പോൾ അത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോ ആൻഡ് സ്റ്റാർട്ട് യുവർ സ്റ്റഡി. ആളുടെ പേരൻ്റ് ഭാവം ശിശുഭാവത്തോടാണ് പറഞ്ഞിരിക്കുന്നത്. ശിശുഭാവം പേരൻറ്റിനോട് പറയുന്നതും അത് ഒരു പൊളൈറ്റായിട്ടാണ്. അങ്ങനെ വന്നാലും അത് കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷനാണ്, ഉദ്ദേശിക്കുന്ന റിപ്ലൈ കിട്ടിയാൽ. പക്ഷേ ജനറലി വാട്ട് ഈസ് കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷൻ? ഫ്രം ദി സെയിം ഈഗോ സ്റ്റേറ്റ്. ഇപ്പോൾ ഇവിടെ സെയിം ഈഗോ സ്റ്റേറ്റ് അല്ല, പേരൻറ്റും ചൈൽഡും തമ്മിലാണ് വന്നിരിക്കുന്നത്. അതാണ് ആദ്യത്തെ പരസ്പര പൂരക സംഭാഷണം. രണ്ടാമത്തത് പരസ്പര വിരുദ്ധ സംഭാഷണം, ക്രോസ്ഡ് ട്രാൻസാക്ഷൻ. അതാണ് രണ്ടാമത്തത്. പ്രതീക്ഷിക്കാത്ത പ്രതികരണം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്നു. ഇവിടെ ലൈനുകൾ സമാന്തരമല്ല എന്നുള്ളതാണ്. ഉദാഹരണം, ഒരാൾ ചോദിച്ചു സമയം എന്തായി എന്ന് ചോദിച്ചു. മറ്റേ പറയാം സ്വന്തം കയ്യിലെ വാച്ചിലേക്ക് നോക്കിയേ, അതാണ് പറയുന്നത്. അപ്പോൾ പ്രതീക്ഷിക്കാത്ത ഉത്തരമാണ്. ആദ്യം സമയം എന്തായെന്ന് ചോദിച്ചപ്പോൾ 12:10 എന്നാണ് പറഞ്ഞത്. ഇവിടെയും സമയം എന്തായെന്ന് ചോദിച്ചു, സ്വന്തം കയ്യെ വാച്ചുണ്ടല്ലോ അങ്ങോട്ട് നോക്കിയാൽ പോരെയെന്ന് നമ്മൾ റിപ്ലൈ കൊടുത്തു. അതെങ്ങനെ അനലൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എയിലെ പക്വഭാവം ബിയുടെ പക്വഭാവത്തോട് ചോദിക്കുമ്പോൾ ബിയുടെ പിതൃഭാവം എയുടെ ശിശുഭാവത്തെ ശാസിക്കുന്നു. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എയുടെ പക്വഭാവം ക്രോസ്ഡ് ട്രാൻസാക്ഷൻ, ബിയുടെ പക്വഭാവത്തോട് ചോദിക്കുമ്പോൾ ബിയുടെ പിതൃഭാവം എയുടെ ശിശുഭാവത്തെ ശാസിക്കുന്നു. അപ്പോഴാണ് ഇത് ക്രോസ്ഡ് ട്രാൻസാക്ഷൻ ആകുന്നത്. കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷൻ സെയിം ലൈനിൽ വരും, പേരൻറ്റ് ടു പേരൻറ്റ്, അഡൽട്ട് ടു അഡൽട്ട് എന്ന് വരും. ഐഡിയ മനസ്സിലായില്ല? അതായത് എന്താണ് സമയം എത്രയായി, സ്വന്തം കയ്യിൽ വാച്ചുണ്ടല്ലോ അങ്ങോട്ട് നോക്കാൻ പാടില്ലേ, ഇതാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരാളുടെ പക്വഭാവം അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് മറ്റൊരാളുടെ അഡൽട്ട് ഈഗോ സ്റ്റേറ്റിനോട് ചോദിക്കുമ്പോൾ അയാളുടെ പേരൻ്റ് ഈഗോ സ്റ്റേറ്റ് ഇയാളുടെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിനെ ശാസിക്കുന്നു. ദാറ്റ് ഈസ് പരസ്പര വിരുദ്ധ സംഭാഷണം. മൂന്നാമത്തേതാണ്, മൂന്നാം വിധത്തിലുണ്ടെന്ന് പറഞ്ഞു, സങ്കീർണ സംവേദനം, മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ. ഇവിടെ ഒന്നിലധികം വ്യക്തിഭാവങ്ങൾ ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ്. ഞാനൊരു ഉദാഹരണം എഴുതിയിരിക്കുകയാണ്. A and B. A, നമുക്ക് കളിക്കാൻ പോകാം. B പറഞ്ഞു ശരി പോകാം, കളി ആരോഗ്യത്തിന് നല്ലതാണ്. രണ്ടുപേരുടെ സംഭാഷണമാണ്. A, നമുക്ക് പോയി കളിച്ച് ഉല്ലസിക്കാം. B, ഹായ് അതെന്ത് രസമാണ്. ഇത്രയാണ് അവർ തമ്മിൽ സംഭാഷണം നടത്തിയത്. ഹായ് അതെന്ത് രസമാണ്. ആദ്യത്തെ രണ്ട് സംഭാഷണം അഡൽട്ട് ലെവലിലും
അവസാനത്തെ 2 എണ്ണം ചൈൽഡ് ലെവലിലുമാണ്. നമുക്ക് പോയി കളിച്ചുല്ലസിക്കാം, ചൈൽഡ് ലെവലാണ്. ഹായ് അതെന്ത് രസമാണ്, ചൈൽഡ് ലെവലാണ്. എയിലെ ചൈൽഡിൻ്റെ ചോദ്യത്തിന് ബിയിലെ ചൈൽഡ് അതേ രീതിയിൽ ഉത്തരം നൽകിയത് അതിൻ്റെ സന്ദേശം ഗ്രഹിച്ചതുകൊണ്ടാണ്. അത് ഇവിടെ വീണ്ടും ഇല്ലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നു. എ ആൻഡ് ബി നമുക്ക് കളിക്കാൻ പോകാം, കളി ആരോഗ്യത്തിന് നല്ലതാണ്. എ ആൻഡ് എ ആണ്. നമുക്ക് പോയി കളിച്ച് ഉല്ലസിക്കാം, ഹായ് അതെന്ത് രസം. ഇതാണ് ഉദാഹരണം പറഞ്ഞേക്കുന്നത്. അത് സി. അങ്ങനെ ഒന്നിലധികം ഭാവങ്ങൾ സംഭാഷണത്തിൽ കടന്നു വന്നാൽ അതിനെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ, സങ്കീർണ സംവാദനം എന്ന് പറയും. ഞാൻ 5 പോയിൻ്റ് എന്ന് പറഞ്ഞു, അതിൽ 2 പോയിൻ്റ് കഴിഞ്ഞു. 3-ാമത്തതാണ് കളികൾ, ഗെയിംസ്. എന്താണ് കളികൾ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രിക്കറ്റ് കളിയല്ല. ഞാൻ ക്രിക്കറ്റ് ഓർത്തിരിക്കാൻ കാരണം ഞാൻ ഇന്നത് കളി കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പോകുന്നത്. 4:30 മുതൽ 7:30 വരെയാണ്. അപ്പോൾ ഞാൻ ഇനി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് 7:30 കഴിയും. അപ്പോൾ 3:30 ഇവിടെ നിന്ന് പോകുന്നു. ഇന്നത്തെ കളി കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. കളികൾ എന്നുള്ളത് ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി നാം പുറത്തെടുക്കുന്ന ചില സ്വഭാവ രീതികളാണ് കളികൾ. നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ചില തന്ത്രങ്ങളെയാണ് കളികൾ എന്ന് പറയുന്നത്, ഗെയിംസ് എന്ന് പറയുന്നത്. ഇത് അഡൽട്ട് ഭാവത്തിന് പുറത്ത് നടക്കുന്ന കാര്യമാണ്. അഡൽട്ട് ഭാവം എന്ന് പറഞ്ഞാൽ തിങ്കിങ് ആൻഡ് റിഫ്ലക്ഷനാണ്. ഇത് അഡൽട്ട് ഭാവമായിട്ട് യാതൊരു ബന്ധവുമില്ല. കളികൾ, ഗെയിംസാണ്. ഉദാഹരണം, എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നു. ഭർത്താവ് എപ്പോഴും തർക്കുത്തരം പറയും. അതിന് പ്രതിവിധിയായിട്ട് ഭാര്യ ഭർത്താവിന് ദുഃഖം സമ്മാനിക്കും. കൃത്യമായി ഉത്തരം പറഞ്ഞാൽ ഈ കളി നിർത്താം. അപ്പോൾ 2 പേർക്ക് സന്തോഷമുണ്ടാകും. അപ്പോൾ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ത് ചെയ്യുന്നു? ഈ നാം കളിക്കുന്ന കളികളെപ്പറ്റി നമ്മിൽ അവബോധമുണ്ടാക്കുന്നു. നമ്മൾ ഇപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ പല കളികളും നമ്മൾ നടത്തുന്നുണ്ടാവും. വീട്ടിലായാലും പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നമ്മളും പല കളികളും നടത്തുന്നുണ്ടാവും. ഞാൻ ഇനിയും കളികൾക്ക് ഉദാഹരണമുണ്ട്. ഏറ്റവും വലിയ കളി നടത്തുന്നത് ചെറിയ കുട്ടിയാണെന്നാണ് ഈ ഗെയിംസ് പീപ്പിൾ പ്ലേ എഴുതിയേക്കുന്ന ആൾ പറഞ്ഞിട്ടുള്ളത്. തോമസ് ഹാരിസ് പറഞ്ഞിട്ടുള്ളത് അതാണ്. ഇളയ കുട്ടിയുണ്ടായി, പുള്ളിയുടെ ഉദാഹരണമാണ്. മാതാപിതാക്കളുടെ ശ്രദ്ധ മുഴുവൻ ഇളയ കുട്ടിക്കയിലേക്ക് പോയി. 4 വയസ്സുള്ള മൂത്ത കുട്ടിയെ ആരും ശ്രദ്ധിക്കുന്നില്ല. ആ കുട്ടിക്ക് ആകെ ഒരു ഏകാന്തത. 4 വയസ്സുള്ള മൂത്ത കുട്ടിയെ ഒരു ദിവസം ഭക്ഷണത്തിന് കണ്ടില്ല. അന്വേഷിച്ചു. അവൻ കട്ടിലിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞു. ഉറങ്ങിയിട്ടില്ല, ഉറക്കം നടിച്ച് കട്ടിലേ കിടക്കുന്നു. ഭക്ഷണം വേണ്ടേ എന്ന് ചോദിച്ചു അമ്മ. വേണ്ട, കാരണം വയറുവേദനയാണ്. അമ്മ ഉടനെ കുട്ടിയെ എടുത്തിട്ട് എവിടെ വേദന എന്ന് ചോദിച്ചു. ഇവിടെ എന്ന് പറഞ്ഞു. അവിടെ ഒരു ഉമ്മ കൊടുത്തു. ഉടനെ വയറുവേദന മാറി, ഭക്ഷണം കഴിച്ചു, സന്തോഷമായി, കുട്ടി പോയി കിടന്നുറങ്ങി. ഇത് നഷ്ടപ്പെട്ടു പോയ അമ്മയുടെ സ്നേഹവും താല്പര്യവും തിരിച്ചു പിടിക്കാൻ വേണ്ടി കുട്ടി കളിച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. ആ ഗെയിമിൻ്റെ ഉദ്ദേശം അമ്മയുടെ ആ അറ്റൻഷൻ തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരുന്നു കളി. അപ്പോൾ കുട്ടിക്ക് ആവശ്യം ശ്രദ്ധയാണ്. ആ ശ്രദ്ധ ഇപ്പോൾ കിട്ടുന്നില്ല. ശ്രദ്ധ മുഴുവൻ ഇളയ കുട്ടിയിലേക്ക് പോയിരിക്കുകയാണ്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി നടത്തിയൊരു ഗെയിമാണ്. അപ്പോൾ ശ്രദ്ധ കിട്ടി, വയറുവേദന മാറി. സ്നേഹത്തിന് വേണ്ടി കളി നടത്തി, സ്നേഹം കിട്ടി, കളി നിർത്തി. ഇതാണ് ഗെയിംസ് എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം, കൃഷ്ണപിള്ള സാർ ഹെഡ് മാസ്റ്ററായിട്ട് വന്നു ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ. സ്കൂളിൽ കൂടുതൽ അച്ചടക്കം നടപ്പിലാക്കുവാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. പക്ഷേ ആത്മധൈര്യം കുറവാണ്. കാരണം HM ആകുന്നതിന് മുമ്പ് പലപ്പോഴും കൃത്യസമയത്ത് വരാത്ത ആളായിരുന്നു കൃഷ്ണപിള്ള സാർ. മാധവനാണ് അസിസ്റ്റൻ്റ് ഹെഡ് മാസ്റ്റർ. താമസിച്ചു വരുന്ന അധ്യാപകരുടെ വരവ് നിർത്തുവാൻ കൃഷ്ണപിള്ള സാർ മാധവൻ്റെ സഹായം തേടി. അവർ നടത്തിയിട്ടുള്ളൊരു സംഭാഷണമാണ് ഈ എഴുതിയിരിക്കുന്നത്. കൃഷ്ണപിള്ള സാറ് പറഞ്ഞു, എല്ലാ അധ്യാപകരും ഇവിടെ താമസിച്ചാണല്ലോ വരുന്നത്. മാധവൻ പറഞ്ഞു, സാർ ഇവിടെ പണ്ടേ അങ്ങനെയാണ്, സാറും പണ്ട് താമസിച്ചല്ലേ വന്നിരുന്നത് എന്ന് ചോദിച്ചു. കൃഷ്ണപിള്ള സാർ പറഞ്ഞു, ഇതൊന്ന് നിർത്തണമല്ലോ നമുക്ക്. മാധവൻ പറഞ്ഞു, തീർച്ചയായിട്ടും നിർത്തേണ്ടതാണ്, തീർച്ചയായിട്ടും നിർത്തണം. കൃഷ്ണപിള്ള സാർ പറഞ്ഞു, ഞാൻ പുതിയ ആളല്ലേ, സാറൊന്ന് അവരോട് പറ. മാധവൻ പറഞ്ഞു, ശരി, ഞാൻ പറയാം. ഇത്രയും സംഭാഷണമേ അവർ നടത്തിയിട്ടുള്ളൂ. നമ്മളിനി ഈ സംഭാഷണത്തെ അപഗ്രഥിക്കാൻ പോവുകയാണ്. കൃഷ്ണപിള്ള സാറിൻ്റെയും മാധവൻ്റെയും ഏകൾ തമ്മിലാണ് ആശയവിനിമയം നടക്കുന്നതെന്ന് നമുക്ക് തോന്നും. എല്ലാവരും താമസിച്ചാണല്ലോ വരുന്നത്, ഇവിടെ പണ്ടേ അങ്ങനെയാണ്, സാറും താമസിച്ചാണല്ലോ വന്നിരുന്നത്, ഇതൊന്നും നിർത്തണമല്ലോ എന്ന്. എന്നാൽ സത്യത്തിൽ ഇത് സിയും പിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നടക്കുന്നത്. കൃഷ്ണപിള്ള സാറിൻ്റെ പി ദുർബലമാണ്. പി എന്ന് പറഞ്ഞാൽ പേരൻ്റ് റോൾ, ഈഗോ സ്റ്റേറ്റ് ദുർബലമാണ്. അതിനാൽ കൃഷ്ണപിള്ള സാറിലെ സി എന്ന് പറഞ്ഞാൽ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്,
അദ്ദേഹത്തിൻ്റെ മാധവൻ്റെ പിയുടെ സഹായം തേടുന്നു. മാധവനുമുണ്ട്, എല്ലാവർക്കും ചൈൽഡ് ഈഗോസ്റ്റേറ്റ്, അഡൽട്ട് ഈഗോസ്റ്റേറ്റ്, പേരൻ്റ് ഈഗോസ്റ്റേറ്റ് ഉണ്ട്. സിയുടെ സഹായം തേടുന്നു. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള ഭയമാണ് അടിയിലുള്ളത്. അതോടൊപ്പം കീഴിലുള്ളവരുടെ മതിപ്പ് നേടണമെന്ന ആഗ്രഹവുമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളുള്ളതുകൊണ്ടാണ് അവർ ഈ സംഭാഷണം നടത്തിയിട്ടുള്ളത്. എല്ലാ അധ്യാപകരും താമസിച്ചാണല്ലോ വരുന്നത്. സാർ ഇവിടെ പണ്ടേ അങ്ങനെയാണ്. അത് പ്രത്യക്ഷ വിനിമയം ആണ് നടത്തിയിട്ടുള്ളത്. ഇതൊന്നും നടത്തണമല്ലോ, തീർച്ചയായും നിർത്തേണ്ടതാണ്. പരോക്ഷ വിനിമയം എന്ന് വേണമെങ്കിൽ പറയാം, ആശയവിനിമയം. ഞാൻ പുതിയ ആളല്ലേ, സാർ അവരോട് പറ. കൃഷ്ണപിള്ള സാർ എച്ച് എം ആണെങ്കിലും അവിടെ സി ആയി തീർന്നു. കാരണം മാധവൻ്റെ സഹായം തേടും. മാധവൻ അസിസ്റ്റൻ്റാണ്. മാധവൻ പറഞ്ഞു ശരി ഞാൻ പറയാമെന്ന് പറഞ്ഞു. മാധവൻ അവിടെ പി ആയിട്ട് മാറി, പേരൻ്റായിട്ട് മാറി. ഞാൻ പറയാമെന്ന് പറഞ്ഞു. കൃഷ്ണപിള്ള സാറിൻ്റെ സി ആണ് അവിടെ വർക്ക് ചെയ്തത്, ചൈൽഡ് നേച്ചർ. ഉദാഹരണം ക്ലിയർ അല്ലേ? അതാണ് അതിൻ്റെ അപകടം. 4ാമത്തെ പോയിൻ്റ്, 5 പോയിൻ്റ് ഞാൻ പറഞ്ഞു. 4ാമത്തെ പോയിൻ്റ് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ രൂപരേഖ എന്ന് പറയും. നാം രൂപപ്പെടുത്തുന്ന ലൈഫ് പ്ലാനിനെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ലൈഫ് പ്ലാൻ നമ്മൾ അറിയാതെ രൂപപ്പെടുത്തുന്നു. നാടകത്തിന് സ്ക്രിപ്റ്റ് എഴുതുന്നത് പോലെയാണ് ഇത്. ഓരോ രംഗങ്ങളിലും എന്തെല്ലാം ചെയ്യണമെന്നും എങ്ങനെ നാടകം അവസാനിപ്പിക്കണമെന്നും നാം തന്നെ രൂപരേഖ തയ്യാറാക്കുന്നു. നാം നമ്മെപ്പറ്റി, നമ്മുടെ ജീവിതത്തെപ്പറ്റി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു, നമ്മൾ അറിയാണ്ട് തന്നെ. ബാല്യകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഭാവി രൂപരേഖ നാം തയ്യാറാക്കുന്നു. ബാല്യകാലത്ത് വലിയ പ്രോത്സാഹനങ്ങളും അഭിനന്ദനങ്ങളും ലഭിച്ചവർ വിജയത്തിൻ്റെ രൂപരേഖ സ്വയം ഉണ്ടാക്കും. ബാല്യകാലത്ത് വല്ല സപ്പോർട്ട് കിട്ടിയവർ, പേരൻസിൻ്റെ പക്ഷത്തു നിന്ന് വാത്സല്യം കിട്ടിയവർ, ടീച്ചേഴ്സിൻ്റെ പക്ഷത്തു നിന്ന് റെക്കഗ്നിഷൻ കിട്ടിയവർ വിജയത്തിൻ്റെ രൂപരേഖ താൻ അറിയാതെ ഉണ്ടാക്കുന്നു. ബാല്യകാലത്ത് വേദനകൾ അനുഭവിച്ചവർ, ഒറ്റപ്പെടുത്തലുകൾക്ക് വിധേയമായവർ, അംഗീകാരം ലഭിക്കാത്തവർ പരാജയത്തിൻ്റെ രൂപരേഖ സ്വയം തയ്യാറാക്കും. നമ്മളെല്ലാവരും രൂപരേഖ നമ്മളുണ്ടാക്കും. അതാണ് TA-യുടെ 4ാമത്തെ പോയിൻ്റ്, സ്ക്രിപ്റ്റ് എന്ന് പറയും. രൂപരേഖ ചേഞ്ച് ചെയ്യാം, അതെല്ലാവരും ഓർത്തിരിക്കുന്നതാണ്. രൂപരേഖ മാറ്റി എഴുതാൻ പറ്റും, പെർമനൻ്റ് അല്ല. രൂപരേഖ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഉദാഹരണം, ചെറുപ്പം മുതൽ ടോമി നീ മണ്ടനാണ്, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന പല്ലവി കേട്ട് തുടങ്ങി. ചെറുപ്പം മുതൽ. അവസാനം ഈ മനോഭാവം സ്വയം സ്വീകരിച്ചു. ആൾക്കാരും വീട്ടുകാരും പറഞ്ഞ് സ്വയം സ്വീകരിച്ചു. അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താ? സ്കൂളിൽ കുറഞ്ഞ മാർക്ക്, പരാജയത്തിൻ്റെ റോളൻ അഭിനയിച്ചു. പിന്നീട് കൗൺസിലിങ്ങിന് പോയി. കൗൺസിലിങ്ങിന് പോയപ്പോൾ താൻ സ്വീകരിച്ച രൂപരേഖ, സ്ക്രിപ്റ്റാണ് ഈ പരാജയത്തിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കിയതോടുകൂടി സ്വയം തിരുത്തി, നന്നായി പഠിച്ചു, ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നു. അതാണ് ഞാൻ പറഞ്ഞത്, രൂപരേഖ പെർമനൻ്റ് അല്ല, തിരുത്താൻ സാധിക്കും. ചെറുപ്പം മുതൽ ടോമി ഞാൻ മണ്ടനാണ് എന്നൊരു പല്ലവി കേട്ട് വളർന്നതുകൊണ്ടാണ് പരാജയത്തിൻ്റെ റോൾ സ്വയം സ്വീകരിച്ചു. തൻ്റെ രൂപരേഖ പരാജയത്തിൻ്റേതാക്കി മാറ്റി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കൗൺസിലിങ്ങിന് പോയി. അപ്പോൾ മനസ്സിലായി ഇതാണ് കാരണം. ശിശുപ്രായത്തിൽ ലഭിച്ച അനുഭവങ്ങളാണ് സ്ക്രിപ്റ്റിന് ആധാരം. സ്ക്രിപ്റ്റ് രൂപപ്പെടുത്തുന്നതിൽ മാതാപിതാക്കൾ, അധ്യാപകർ തുടങ്ങിയവരുടെ റോൾ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഇവിടെ ഉദാഹരണം പറഞ്ഞില്ല, സിമ്പിൾ ഉദാഹരണം പറയാവുന്നു. ഇപ്പോൾ ഞാനൊരു ടീച്ചറായിരുന്നു, ഇപ്പോൾ അല്ലാന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനോട് പറയുകയാണ്, നീ ഒന്ന് പഠിച്ച് ജയിക്കാൻ പോകുന്നില്ല, നീയൊക്കെ വെറുതെ പേരൻസിൻ്റെ പൈസ കളയുള്ളൂ, നീ ഒന്ന് ജയിക്കാൻ പോകുന്നില്ല എന്ന് പറയും. ഇന്നത്തെ കാലത്ത് കുട്ടി കൂടുതൽ ഇൻ്റലിജൻ്റാണ്. ഒരധ്യാപകൻ അങ്ങനെ പറഞ്ഞാൽ അയാൾക്ക് വിവരമില്ലാന്നേ കുട്ടി പറയും. അതേസമയം 5 ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരുന്നുണ്ട്, 5 പേരും ആ കുട്ടിയോട് അങ്ങനെ പറഞ്ഞോന്ന് വിചാരിക്കും. അത് കുട്ടിയെ സ്വാധീനിക്കും. അയാൾ ഒരിക്കലും പഠിച്ച് നല്ല നിലയിൽ പോകില്ല. അതേസമയം വലിയ പഠിത്തമൊന്നും ഇല്ലാത്തൊരു കുട്ടി, ടീച്ചേഴ്സ് പറയുകയാണ്, നിനക്ക് വലിയ ഭാവിയുണ്ട് കേട്ടോ, നീ ഒന്ന് പഠിച്ചു നോക്കി, ഞാൻ നിനക്ക് ചില മോഡൽ ക്വസ്റ്റ്യൻസ് തരാം, പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്ത് പഠിക്കുക, ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുള്ളൂ, ഞാൻ പല വിധത്തിലും സഹായിക്കാം, ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് എൻ്റെ അടുത്തേക്ക് വന്നു. ഈ ടീച്ചർ മാത്രമല്ല, എല്ലാ ടീച്ചറും ആ കുട്ടിയോട് അങ്ങനെ പറയും. ആ കുട്ടി പഠിച്ച് വലിയ നിലയിലേക്ക് പോകും. അതാണ് ഞാൻ പറഞ്ഞത്, അധ്യാപകർ വിചാരിച്ചാൽ ഒരു കുട്ടിയെ തകർത്ത് കളയാൻ പറ്റും. നമ്മുടെ ഫീഡ്ബാക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് അധ്യാപകർ, പ്രത്യേകിച്ച് ചെറുപ്രായത്തിൽ. അധ്യാപകർ പോസിറ്റീവ് ഫീഡ്ബാക്കാണ് കൊടുക്കണമെങ്കിൽ കുട്ടി ചേഞ്ച് ചെയ്യും, യാതൊരു സംശയവുമില്ല. സ്ക്രിപ്റ്റിനെ നെഗറ്റീവായി മാത്രം കാണേണ്ടതില്ല, പോസിറ്റീവായിട്ട് നമുക്കിതിനെ വീക്ഷിക്കാം. അതായത് ജീവിതത്തിലെ നല്ല കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് അവ മനസ്സിൽ രൂപപ്പെടുത്തുന്നു, അങ്ങനെ ഉയർച്ചയിൽ എത്തിച്ചേരുന്നു. അങ്ങനെ പോസിറ്റീവായിട്ടും ഇത് വരും, നെഗറ്റീവായിട്ട് മാത്രം നമ്മൾ കാണേണ്ടതില്ല. ആൻഡ് ലാസ്റ്റ് പോയിൻ്റ്, 5ാമത്തത്, ലൈഫ് പൊസിഷൻസ് ആൻഡ് ഓക്കെ മോഡൽ. ലൈഫ് പൊസിഷൻ എന്നത് നമ്മെപ്പറ്റിയും മറ്റുള്ളവരെ പറ്റിയും നമ്മുടെ മനസ്സിലുള്ള വിശ്വാസമാണ്. ഇത്
യാഥാർത്ഥ്യമാകണമെന്നില്ല, എൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ്. അതായത് ദിസ് ഈസ് മൈ വ്യൂ എബൌട്ട് യു ആൻഡ് ദി വേൾഡ്. ഒരാളെ പറ്റിയും മറ്റുള്ളവരെ പറ്റിയും നമ്മുടെ മനസ്സിലുള്ള വിശ്വാസങ്ങളെയാണ് ലൈഫ് പൊസിഷൻ എന്ന് പറയുന്നത്. ടി എയുടെ തത്വമനുസരിച്ച് 4 ലൈഫ് പൊസിഷൻസും എല്ലാവരിലും 4 ലൈഫ് പൊസിഷൻസാണ് ടി എയുടെ ഉള്ളത്. ആദ്യത്തേത് ഞാൻ നല്ലവൻ നീ നല്ലവൻ, ഐ ആം ഓക്കെ യു ആർ ഓക്കെ. ഇതാണ് ആദ്യത്തെ ലൈഫ് പൊസിഷൻ. ഞാൻ നല്ലവൻ നീ നല്ലവൻ. എൻ്റെ ഉദാഹരണം ഇതാണ് ഏറ്റവും നല്ല മനോഭാവം. ഞാൻ സ്വയം ഇഷ്ടപ്പെടുന്നു, മറ്റുള്ളവർ എന്നിൽ നിന്നും വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്, അവരെയും ഇഷ്ടപ്പെടുന്നു. നോ ഗെയിംസ് ഹിയർ. ഇവിടെ ആരും ഒരു ഗെയിം കളിക്കുന്നില്ല. ഐ അപ്രീഷിയേറ്റ് മൈ ഓൺ എബിലിറ്റീസ് ആൻഡ് ഐ ഓൾസോ അപ്രീഷിയേറ്റ് അതേഴ്സ് എബിലിറ്റി. മറ്റുള്ളവരുടെ കഴിവുകളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആൾക്കാർക്ക് എന്തെങ്കിലും റാങ്കൊക്കെ കിട്ടിയാൽ ആദ്യമേ ഫോൺ വിളിച്ച് പറയുന്നു, അല്ലാണ്ട് ആൾക്ക് റാങ്ക് കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വിഷമം വിചാരിക്കുന്നില്ല. ഞാൻ വിലയുള്ളവനാണ്, മറ്റുള്ളവരും അങ്ങനെ തന്നെ. ഇതാണ് എൻ്റെ ചിന്ത. എനിക്ക് ചില കഴിവുകളുണ്ട്, മറ്റുള്ളവർക്കും കഴിവുകളുണ്ട്. ഞാൻ വിലയുള്ള ആളാണ്, മറ്റുള്ളവരും വിലയുള്ളതാണ്. ഇത് വിജയിയുടെ നിലപാടാണ്. ഇങ്ങനെയുള്ളവരെ വിജയിച്ചു പോവുകയുള്ളൂ. ഹിയർ ദെയർ ഈസ് ട്രസ്റ്റ്, ഓപ്പൺനെസ്, വില്ലിങ്നെസ് ടു ഗീവ് ആൻഡ് ടേക്ക്. അതാണ്. അപ്പോൾ ആദ്യത്തെ ലൈഫ് പൊസിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഐ ആം ഓക്കെ യു ആർ ഓക്കെ. അങ്ങനെ ഓർത്തിരിക്കുകയാണ്. ഞാൻ നല്ലവൻ നീ നല്ലവൻ. ഞാൻ നല്ലവനാണ്, എനിക്ക് കുറേ കഴിവുകളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റുള്ളവരും നല്ലവരാണ്, അവർക്കും വ്യത്യസ്ത കഴിവുകളുണ്ട്. ഞാൻ എൻ്റെ കഴിവിനെ അംഗീകരിക്കുന്നു, മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കുന്നു, സന്തോഷത്തിൽ ജീവിക്കുന്നു. രണ്ടാമത്തെ ലൈഫ് പൊസിഷൻ ഞാൻ നല്ലവൻ നീ മോശക്കാരൻ, ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ. അതാണ് രണ്ടാമത്തെ ലൈഫ് പൊസിഷൻ. ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ. മറ്റുള്ളവർ എന്നെ പീഡിപ്പിക്കുന്നു, ഉപദ്രവിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതിനാൽ ആന്തരിക സുരക്ഷിതത്വമില്ല, ഇൻസെക്യൂരിറ്റി ഫീലിംഗാണ് എനിക്കെപ്പോഴും. എനിക്ക് ഒരിക്കലും സുരക്ഷിതത്വമില്ല. കാരണം മറ്റുള്ളവരൊക്കെ എന്നെ ഉപദ്രവിക്കാനും എൻ്റെ ഭാര വയ്ക്കാനും ഇരിക്കുന്നവരാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആരെയും എനിക്ക് വിശ്വാസമില്ല. എൻ്റെ കഷ്ടപ്പാടുകൾക്ക് കാരണം മറ്റുള്ളവരാണ് എന്ന് ചിന്തിക്കുന്നു. അതിനാൽ അവരെ നശിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ആറ്റിറ്റ്യൂഡുള്ളവർ എപ്പോഴും ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള തീരുമാനമെടുക്കും. മറ്റുള്ളവരെ ഒരിക്കലും അവർ അംഗീകരിക്കില്ല, കേൾക്കില്ല. ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള മനോഭാവത്തിലേക്ക് ഇവർ വരുന്നു. ഇതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ്? ഈ ആറ്റിറ്റ്യൂഡുള്ളവർ നോ ലിസണിങ് ആറ്റിറ്റ്യൂഡ്. മറ്റുള്ളവർ പറയുന്നതൊന്നും അവർ സ്വീകരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുകയില്ല. എപ്പോഴും മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യും, ഉപദേശിക്കും. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നത്? ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്നുള്ള എന്തുകൊണ്ടാണ് നമ്മൾ ഒരാൾ ഉപദേശിക്കുന്നത്? നീ ഓക്കെ അല്ല, അതുകൊണ്ട് എൻ്റെ ഉപദേശം കേട്ടോണം. ഇതാണ് പറയുന്നത്. മറ്റുള്ളവരിലെ നന്മ കാണാതെ പോരായ്മകൾ മാത്രം ശ്രദ്ധിക്കുന്നു ഈ ആറ്റിറ്റ്യൂഡുള്ളവർ. എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ്? ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ. അപ്പോൾ മറ്റുള്ളവരിലെ പോരായ്മകൾ മാത്രം ശ്രദ്ധിക്കുന്നു. നോ കൺസൾട്ടേഷൻ വിത്ത് ഫെല്ലോ ബീയിങ്സ്. ആരുമായിട്ട് യാതൊരു ചർച്ചയില്ല. ഇങ്ങനെയുള്ളവർ എന്തിനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു. എന്ത് സംഭവിച്ചാലും നീ അത് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നാളെ സുധാകരൻ്റെ വീട് പോലെ നീ വല്ല കൂടോത്രം വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എനിക്കൊക്കെ കുറഞ്ഞ മാർക്ക് കിട്ടിയത് എന്ന് സ്വയം പറയുന്നു. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഈ ആറ്റിറ്റ്യൂഡാണ് ഗ്രാജ്വലി മർഡറിലേക്ക് പോകുന്നത്. ഒരാളെ വധിക്കാൻ തോന്നുന്നത് ഈ ആറ്റിറ്റ്യൂഡാണ്. കാരണം അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ആണ്, നിങ്ങളിവിടെ ജീവിച്ചിരിക്കേണ്ട. ഈ ആറ്റിറ്റ്യൂഡാണ് മർഡറിലേക്ക് നയിക്കുന്നത് എന്നാണ്. മൂന്നാമത്തെ ആറ്റിറ്റ്യൂഡ് ഞാൻ മോശക്കാരൻ നീ നല്ലവൻ, ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ. അതാണ് മൂന്നാമത്തത്. ഇത് സെൽഫ് ഡെവലപ്മെൻറ്റിന് എതിരായിട്ടുള്ള മനോഭാവമാണ്. ഈ മനോഭാവമുള്ളവർ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് 50-ൽ 48 മാർക്ക് കിട്ടി ഇംഗ്ലീഷിലെന്ന് വിചാരിക്കും. ആൾ വളരെ ഹാപ്പിയല്ല. കാരണം ഒരാൾക്ക് 49 കിട്ടിയതുകൊണ്ടാണ് ഹാപ്പിയല്ല. ക്ലാസ്സിൽ തന്നെ ഒരാൾക്ക് 49 കിട്ടി, അതുകൊണ്ട് ആൾ ഭയങ്കര ടെൻഷനിലാണ്. അപ്പോൾ അവരൻ്റെ പോസിറ്റീവ് പോയിൻറ്സും തൻ്റെ നെഗറ്റീവ് പോയിൻറ്സുമാണ് എപ്പോഴും മനസ്സിൽ വരിക. എനിക്ക് 48 കിട്ടി, അതിനകത്ത് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, കാരണം മറ്റൊരാൾക്ക് 49 കിട്ടി. അയാളുടെ പോസിറ്റീവ് പോയിൻറ്സും എൻ്റെ നെഗറ്റീവ് പോയിൻറ്സുമാണ് എപ്പോഴും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ. ഇത് അപകർഷതാബോധം ഉണ്ടാക്കുന്നു, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മളുണ്ടാക്കുന്നു. ഉദാഹരണം, സാമാന്യ സൗന്ദര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ടീന, എന്നാൽ സങ്കടം അനുഭവിക്കുന്നു. കാരണം
ഡയാന രാജകുമാരിയുമായിട്ടാണ് സൗന്ദര്യത്തെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തീരെ സൗന്ദര്യമില്ല എന്ന് വിചാരിക്കുന്നു. കാരണം എന്താണ്? ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. അതാണ്. നോ സെൽഫ് ഇമേജ്. അവർക്ക് സ്വയം അവബോധം ഒട്ടുമില്ല. അതിനാൽ കുറ്റബോധം, ദുഃഖം, ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നിവയുണ്ടാകും. എന്താണ് ഐഡൻറ്റിറ്റി ക്രൈസിസ്? സൈക്കോളജി അറിയാവുന്നവർക്ക് അറിയാൻ സാധിക്കും. ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഒരിക്കലും ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ആൾക്ക് യാതൊരു താല്പര്യവുമില്ല സ്വന്തമായിട്ട് എനിക്ക് എന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെ എന്നോട് ചോദിച്ചു, ഇതിന് വല്ല എക്സസൈസൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചെറിയ എക്സസൈസ് പറയാമോ എന്താണെന്ന് ചോദിച്ചു. എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുക, അതിനകത്ത് കാണുന്ന ഫിഗറിനെ നോക്കിക്കൊണ്ട് ഐ ലവ് യു എന്നൊരു 50 പ്രാവശ്യം പറയുകയാണ്. അത് ചുമ്മാ ഒരു എക്സസൈസ് പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ഇവരെന്താണ്? നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല, മറ്റുള്ളവരൊക്കെ വലിയവരാണെന്ന് സ്വയം ചിന്തിക്കുന്നു. അതുകൊണ്ട് നോ ഇനിഷ്യേറ്റീവ്, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ഭയം, അവർ എൻ്റെ പോരായ്മകളെ പറ്റിയാണ് ചിന്തിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം ഇങ്ങനെയുള്ളവരെ നമുക്ക് കണ്ടാൽ അറിയാം. നമ്മൾ 2-3 പേര് ഇവിടെ നിന്ന് വർത്തമാനം പറഞ്ഞു, ഒരാളിന് വരുവാണെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് ചിലപ്പോൾ ചോദിക്കും. നിങ്ങൾ എൻ്റെ കുറ്റമായിരിക്കും പറയണേ അല്ലേ? അത് ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. ആദ്യത്തത് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, അത് മർഡറിലേക്ക് നയിക്കുന്ന ഞാൻ പറഞ്ഞു. അതുപോലെ ദിസ് ഈസ് ഗ്രാജുവലി ലീഡിങ് ടു സൂയിസൈഡ് ഈ ആറ്റിറ്റ്യൂഡുള്ള ആളാണെന്നാണ് ടി എ പറഞ്ഞിട്ടുള്ളത്. അതായത് ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ, പിന്നെ എന്തിന് ജീവിക്കണം? അതാണ് മൂന്നാമത്തെ. നാലാമത്തത് ഞാൻ മോശക്കാരൻ, നീ മോശക്കാരൻ. ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അതാണ് നാലാമത്തെ ആറ്റിറ്റ്യൂഡ്. ജീവിക്കുവാൻ താല്പര്യമില്ല, കാരണം എൻ്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും അർത്ഥമില്ലാത്തതാണ്. എൻ്റെ ജീവിതത്തിന് അർത്ഥം കാണാൻ സാധിക്കുന്നില്ല, മറ്റുള്ളവരുടെ ജീവിതത്തിനും അർത്ഥമില്ല. നോ സപ്പോർട്ട്, നോ റെക്കഗ്നിഷൻ. ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, ആരെയും നമ്മൾ അംഗീകരിക്കില്ല. ഇതാണ്. ആരെയും വിശ്വാസമില്ല, ആരുമായും സുഹൃത്ത് ബന്ധമില്ല. മറ്റുള്ളവർ അംഗീകാരവും പിന്തുണയും സ്നേഹവും കൊടുത്താലും അത് നിരാകരിക്കുന്നു. കാരണം അവരും ഓക്കെ അല്ല എന്ന് ഞാൻ ചിന്തിക്കും. ഇപ്പോൾ ചേട്ടൻ എന്നോട് പറയുകയാണ്, ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഉള്ളത് നന്നായിരുന്നു കേട്ടോ, LCD ഉള്ളതുകൊണ്ട് ശരിക്കും മനസ്സിലായെന്ന് പറഞ്ഞാൽ ഞാനത് വകവയ്ക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? എൻ്റെ കാഴ്ചപ്പാടിൽ ഇദ്ദേഹം ഓക്കെ അല്ല. ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓൾസോ നോട്ട് ഓക്കെ. അതാണ്. ഉദാഹരണം, ജോർജിന് ഇൻ്റർവ്യൂ കാർഡ് വന്നു, പോയില്ല. കാരണം ഇൻ്റർവ്യൂ എല്ലാം തട്ടിപ്പാണ്, അവർക്ക് വേണ്ടവരെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് കാണും എന്നാണ് ജോർജ് പറയുന്നത്. അപ്പോൾ ഞാനും ഓക്കെ അല്ല, മറ്റുള്ളവരും ഓക്കെ അല്ല. ഈ മനോഭാവം കൊലപാതകത്തിലേക്കോ ആത്മഹത്യയിലേക്കോ നയിക്കാം. ഇതാണ് ഓക്കെ മോഡൽ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ അനാലിസിസിൻ്റെ 5ാമത്തെ പോയിൻ്റ്. ഇതനുസരിച്ച് 4 മനോഭാവങ്ങൾ ഓരോരുത്തരും രൂപപ്പെടുത്തുന്നു നമ്മുടെ മനസ്സിൽ. ഇതെല്ലാം മനസ്സിൽ നടക്കുന്ന ഭാവങ്ങളാണ്. ഓരോ മനോഭാവങ്ങളും നമ്മൾ രൂപപ്പെടുത്തുന്നു. ആദ്യത്തേത് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, അതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തത് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. മൂന്നാമത്തത് ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. നാലാമത്തത് ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞത് 5 കാര്യങ്ങളാണ് TA പൊതുവേ ഉള്ളത്. ആദ്യത്തേത് വ്യക്തിത്വ ഘടനയാണ്. നമ്മൾ പറഞ്ഞു PAC, പേരൻ്റ് അഡൽട്ട് ചൈൽഡ്. രണ്ടാമത്തത് വ്യക്തിയാന്തര സംവേദനം, പരസ്പര സംഭാഷണം. പ്രധാനമായിട്ടും 3 സംഭാഷണങ്ങളാണ്. ആദ്യത്തേത് പരസ്പര പൂരക സംഭാഷണം, കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷൻ, നമുക്കിഷ്ടമുള്ളത് അങ്ങോട്ടും. ഇവിടെ പറഞ്ഞാൽ സെയിം ഈഗോ സ്റ്റേറ്റ് തമ്മിൽ. രണ്ടാമത്തത് പരസ്പര വിരുദ്ധ സംഭാഷണം, സമയം എത്രയായി, സ്വന്തം കയ്യിലെ വാച്ചിലേക്ക് നോക്കും, അതാണ്. മൂന്നാമത്തത് സങ്കീർണ സംഭാഷണം, ഒന്നിലധികം ഭാവങ്ങൾ ഒരുമിച്ച് വരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കളിക്കാൻ പോകാം, കളി ആരോഗ്യത്തിന് നല്ലതാണ്, നമുക്ക് പോയി കളിച്ച് ഉല്ലസിക്കാം, ഹായ് എന്നത് രസമാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി. രണ്ടാമത് പറഞ്ഞത് ആദ്യത്തെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി വ്യക്തിത്വ സംവേദനം. മൂന്നാമത്തത് കളികൾ എന്ന് പറയുന്നത് നമ്മൾ മനഃശാസ്ത്രപരമായ ഗെയിം ഏർപ്പെടുന്നു. കാരണം റെക്കഗ്നിഷൻ കിട്ടാത്തവരാണ് കളി നടത്തുന്നത്. നമ്മൾ കളി നടത്തുന്നത് ജയിക്കാനാണ്. ഈ കളി കളിക്കുന്നവരുടെ ജീവിതം പരാജയമായിരിക്കും. നാലാമത്തത് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ രൂപരേഖ. ഓരോരുത്തരും ചെറുപ്പത്തിൽ അവർക്ക് കിട്ടിയ ട്രെയിനിങ് അനുസരിച്ച് നമ്മൾ മനസ്സിൽ ഒരു രൂപരേഖ ഉണ്ടാക്കുന്നു. ഒന്നുകിൽ വിജയത്തിൻ്റെ രൂപരേഖ അല്ലെങ്കിൽ പരാജയത്തിൻ്റെ രൂപരേഖ. അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയുള്ളൂ. അഞ്ചാമത്തത് ഓക്കെ മോഡൽ. ഓക്കെ മോഡൽ എന്ന് പറയുമ്പോൾ 4 പൊസിഷനാണുള്ളത്. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ, ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.